ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ രാത്രി വേളയിൽ ദൈവസ്ഥലായിരിക്കുന്ന എല്ലാവരെയും ഒരിക്കലൂടെ യേശു നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. രാത്രിയിലെ ധ്യാനത്തിനായിട്ട് ഞാൻ നിങ്ങൾക്ക് കൊണ്ട് വായിക്കുന്ന വാക്യം റോമാലേഖനം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 15-ാമത് വാക്യമാണ്. 14-ാമത് വാക്യം, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. റോമാലേഖനം വായിക്കുമ്പോൾ പൗലോസ് എഴുതിയൊരു ലേഖനമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. വളരെ ആഴത്തിലുള്ള ദൈവശാസ്ത്ര ചിന്താധാരകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദൈവജനത്തിന്റെ ആത്മീയ ഉണർവിനും തേജനത്തിനും ദൈവജനത്തിന്റെ ആത്മീയ വളർച്ചയ്ക്കും ആയി എഴുതപ്പെട്ടൊരു ലേഖനമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ പൗലോസിന്റെ പല ലേഖനങ്ങളും കോണ്ടക്സ്റ്റിൽ അല്ലെങ്കിൽ ഓരോ സഭകളുടെ സാഹചര്യം അനുസരിച്ച് ആ സഭകളുടെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി എഴുതപ്പെട്ട ലേഖനങ്ങളായി നാം അനുമാനിക്കുമ്പോൾ റോമാലേഖനം primarily a letter that is considered as a letter that contains quite a lot of theological values and theological treatise. പൗലോസിന്റെ ദൈവശാസ്ത്രമായ ചിന്താധാരകൾ വളരെ ആഴത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകമാണിത്. ഇതിനകത്ത് അദ്ദേഹം ഈ 8-ാം അധ്യായത്തിൽ പറയുന്ന ഒരു പ്രധാന വാക്യമാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വാക്യം ആണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ആ വാക്യം ധ്യാനിക്കുവാനിടയായി. അപ്പോ ആ വാക്യത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ദൈവാത്മാവുള്ളവർ ഏവരും ദൈവത്തിന്റെ മക്കളാകും. So my focus for this night is be the son of God, be the children of God. ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ മക്കൾ. എല്ലാവരും ഒന്ന് പറയാമോ? ദൈവത്തിന്റെ മക്കൾ. അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ മക്കൾ. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ പദവി. ഞാൻ നിങ്ങളോട് തുറന്ന് പറയാം, ലോകത്തിൽ നമുക്ക് ഒത്തിരി മതങ്ങളുണ്ട്. There are a lot of religions that which we find in the world, especially religions having the deity or a god like, ദൈവത്തിൽ വിശ്വസിക്കുന്ന God oriented religions, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവാഭിമുഖ്യമുള്ള മതങ്ങൾ ഒത്തിരി ഉണ്ട്. ആ മതങ്ങളെ സ്പെഷ്യലി എടുത്ത് നമ്മൾ വിശകലനം ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, എല്ലാ മതങ്ങളിലും ദൈവവും മനുഷ്യനുമായുള്ള ബന്ധമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാസ്റ്റർ ആൻഡ് സ്ലേവ്. എല്ലാ മതങ്ങളിലും ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു യജമാന അടിമ ബന്ധമാണ്. യജമാന അടിമ ബന്ധം എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറയുന്നത് somebody who is standing far away from us as a transcendent master. അങ്ങ് നമ്മുടെ അങ്ങ് ദൂരത്തിൽ നിൽക്കുന്ന ഒരു യജമാനനാണ് ദൈവം. whereas the human being an imminent slaves, നാം ഇവിടെ നിൽക്കുന്ന അടിമകളാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ബന്ധം ആണ് ദൈവവും മനുഷ്യനുമായിട്ടുള്ളത്. ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഉറപ്പിന് വേണ്ടി തുടക്കത്തിൽ തന്നെ പറയാം, ക്രിസ്ത്യാനിത്വം മനുഷ്യവർഗത്തിന് നൽകുന്ന ഏറ്റവും ഉത്തമമായ പദവി എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ പ്രിവിലേജ് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് അടുത്ത് ചെല്ലുവാൻ പദവി നൽകുന്ന ഒരു മതവും ലോകത്തിലില്ല. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം അള്ളാഹുവിന് അടിമപ്പെട്ടവൻ, അടിമ. മറ്റേത് മതങ്ങളിലെടുത്താലും യജമാനൻ, അടിമ, അതിനപ്പുറം ഒരു റിലേഷൻഷിപ്പ് ഇല്ല. ക്രിസ്ത്യാനിത്വം മാത്രമേ ഇങ്ങനെ ഒരു പേഴ്സണൽ ഇന്റിമസിയുള്ള, വ്യക്തിപരമായ അടുപ്പമുള്ള, ഒരു റിലേഷണാലിറ്റിയുള്ള, അത്തരത്തിൽ ഉള്ള ഒരു ബന്ധത്തെ വരച്ചു കാണിക്കുന്നുള്ളൂ. സോ ഐ എം പ്രൗഡ് ഓഫ് സെയിങ് ദാറ്റ് I am a child of God. I am a Christian. Why? Because in Christianity I do receive that privilege of being called the son of God. ദൈവത്തിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ പദവി നൽകുന്ന ഒരൊറ്റ മതം മാത്രമേ ലോകത്തുള്ള. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യു ക്യാൻ ബി പ്രൗഡ് ഓഫ് സെയിങ് ദാറ്റ് യു ആർ എ ക്രിസ്ത്യൻ. നിങ്ങൾ ഒരു ക്രിസ്ത്യാനി ആകുന്നു എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ഞാൻ അടിമയല്ല, ഞാൻ ദൈവത്തിന്റെ മകനാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഇന്ന് രാത്രിയിൽ നെഞ്ചത്ത് കൈവച്ച് പറ, I am having that confidence that I am a child of God. I am a son of God. I am a daughter of God. Hallelujah. എന്താണ് മകൻ? വേദപുസ്തകം പരിശോധിച്ചാൽ രസകരമായൊരു കാര്യം ഞാൻ ഈ അടുത്ത സമയത്ത് വളരെ ആഴത്തിൽ പഠിക്കുവാൻ ഇടയായിത്തീർന്ന ഒരു കാര്യമാണ്. ദൈവം പലരെയും മക്കളെന്ന് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാം പരിശോധിക്കാമെങ്കിൽ ലൂക്കോസ് സുവിശേഷം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 38-ാമത് വാക്യം വായിക്കുമ്പോൾ അവിടെ
ഒരു ജീനോളജി, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ വംശാവലി പറയുന്ന ലൂക്കോസ് രേഖപ്പെടുത്തുന്നത് അവസാനത്തിലേക്ക് വരുന്ന വാക്യം പറയുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ആദം ദൈവത്തിന്റെ മകൻ, ആദം ദൈവത്തിന്റെ മകൻ. സോ ആദം ഈസ് സെറ്റ് ടു ബി ദ സൺ ഓഫ് ഗോഡ്. ആദമിനെ ദൈവത്തിന്റെ മകൻ എന്ന് വിളിക്കുന്നു. വാട്ട് റെസ്പെക്ട്, ഹി ഈസ് കോൾഡ് ദ സൺ ഓഫ് ഗോഡ് ബിക്കോസ് ഹി ഈസ് ഗോഡ്സ് ക്രിയേഷൻ. അവനെ ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഹി ബിക്കെയിം ദ സൺ ബൈ ക്രിയേഷൻ. സൃഷ്ടിപ്പ് നിമിത്തമാണ് ആദം ദൈവത്തിന്റെ മകനായത്. ബൈ ക്രിയേഷൻ, സൃഷ്ടി വഴി ദൈവത്തിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന നിലയിൽ ആദമിനെ ദൈവത്തിന്റെ മകൻ എന്ന് വിളിക്കുന്നു. ദൈവത്തിന്റെ മകൻ എന്ന് വിളിക്കുന്ന മറ്റൊരു കൂട്ടർ എന്ന് പറഞ്ഞ ഒരു കൂട്ടം ഏഞ്ചൽസ് ആണ്. പ്രത്യേകിച്ച് നമ്മള് ജോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ 6-ാമത് വാക്യം വായിക്കുമ്പോൾ അവിടെ പ്രഭാ നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന ഒരു കൂട്ടരും ദൈവപുത്രന്മാർ എന്ന് പറയുന്ന മറ്റൊരു പേരും കാണുന്നുണ്ട്. നമുക്കറിയാം, പൊതുവെ വേദപുസ്തകം പഠിക്കുന്ന നമ്മൾ കാണുന്ന ദൈവത്തിന്റെ രണ്ട് കൂട്ടം ദൂതന്മാരുണ്ട്. ആ പേരുകൾ നമുക്കറിയാം. ഒന്ന്, ദൈവത്തിന്റെ ഒരു കൂട്ടം ദൂതന്മാരെ കെറൂബുകൾ എന്ന് വിളിക്കുന്നു, മറ്റൊരു കൂട്ടം ദൂതന്മാരെ സാറാഫുകൾ എന്ന് വിളിക്കുന്നു. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള രണ്ട് കൂട്ടം ദൈവദൂതന്മാരാണവർ. എന്നാൽ വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ 4 സെറ്റ് ഓഫ് ഏഞ്ചൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഈ അടുത്ത സമയത്ത് അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുവാനുണ്ടായൊരു കാരണം, അസംബ്ലീസ് കൊണ്ട് സൂപ്രണ്ടന്റ് ആയിരിക്കുന്ന TJ Samuel സാർ, ക്യാൻ യു ഹിയർ മീ? TJ Samuel സാറിന്റെ നേതൃത്വത്തിൽ പെന്തക്കോസ്റ്റ് ഉപദേശങ്ങൾ എന്ന് പറഞ്ഞ പെന്തക്കോസ്റ്റ് തിയോളജിയുടെ വീക്ഷണത്തിൽ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ പുസ്തകം ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ പുസ്തകം അതിനകത്ത് പല ദൈവദാസന്മാരാണ് ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളത്. അതിനകത്ത് ഒരു ലേഖനത്തിന്റെ 2 പോർഷൻ. ഒരു ലേഖനം ഞാനാണ് എഴുതുന്നത്. അതിന്റെ മലയാളം ഇപ്പോൾ ഈ പറന്തൽ കൺവെൻഷൻ പബ്ലിഷ് ചെയ്യും. ഇംഗ്ലീഷ് അടുത്ത വർഷത്തേക്ക് പബ്ലിഷ് ചെയ്യുക. അപ്പൊ അതിനകത്ത് ദൂതന്മാരെ കുറിച്ചും ഭൂതാത്മാക്കൾ അല്ലെങ്കിൽ പിശാചിനെ കുറിച്ചും ലേഖനം എഴുതിയത് ഞാനാണ്. പെന്തക്കോസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആ പുസ്തകം പബ്ലിഷ് ചെയ്യുമ്പോൾ കിട്ടുന്നെങ്കിൽ വായിക്കാമെങ്കിൽ ഇത്തിരി കൂടെ ദൂതന്മാരെ കുറിച്ച് നമ്മുടെ മലയാള ഭാഷയിലും പിന്നെ ഇംഗ്ലീഷിലും വരുന്നുണ്ട്, വായിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കാം. ആ കൂട്ടത്തിൽ പിശാചിനെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ദൂതന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ അതില് 4 സെറ്റ് ഓഫ് ഏഞ്ചൽസ് ഉണ്ട്. 1 കെറൂബുകൾ, 2 സാറാഫുകൾ, 3 പ്രഭാത നക്ഷത്രങ്ങൾ, 4 ദൈവപുത്രന്മാർ. അതിൽ പ്രഭാത നക്ഷത്രം എന്ന് പറയുന്ന ആ ഒരു കൂട്ടരുടെ ലീഡർ ആയിരുന്നു ലൂസിഫർ എന്ന് നമ്മൾ വിളിക്കുന്ന സൈറ്റാൻ. ലൂസിഫർ എന്നത് ലത്തീൻ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ പദത്തെ നമ്മൾ മലയാളമൈസ് ചെയ്ത് ട്രാൻസ്ലിറ്ററേറ്റഡ് ഫോമിൽ ലൂസിഫർ എന്ന് വിളിക്കുകയാണ്. ലത്തീൻ ഭാഷയിലുള്ള പദം അതേപടി കടന്നു പിടിച്ചിരിക്കുന്നു ലൂസിഫർ എന്ന് പറയുന്നത്. അപ്പൊ ലൂസിഫർ എന്ന് പറയുന്നത് അദ്ദേഹത്തെ വിളിക്കുന്ന സൺ ഓഫ് മോർണിംഗ് സ്റ്റാർ, പ്രഭാത നക്ഷത്രത്തിന്റെ മകനെ എന്നാണ്. യെശയ്യാ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ നമ്മളത് കാണുന്നുണ്ട്. അപ്പൊ പ്രഭാത നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ദൂതന്മാർ ദൈവത്തിനുണ്ടായിരുന്നു. ആ ദൂതന്മാരുടെ തലവനായിരുന്നു ആര്? ലൂസിഫർ. അപ്പൊ ദൈവം തള്ളിക്കളഞ്ഞ കൂട്ടത്തിൽ ഈ ദൂതന്മാരെയും ലൂസിഫറിനെയും തള്ളിക്കളഞ്ഞു എന്ന് നാം വചനത്തിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറയാൻ വന്നതിന്റെ സാരം, ആ കൂട്ടത്തിൽ പേര് പരാമർശിച്ച മറ്റൊരു കൂട്ടം ദൈവത്തിന്റെ ദൂതന്മാരാണ് ദൈവപുത്രന്മാർ. എല്ലാവരും ഒന്ന് പറയാമോ? സോ ദേ ബിക്കെയിം ദ സൺ. അവരെ ദൈവത്തിന്റെ മക്കൾ അഥവാ പുത്രന്മാരെന്ന് വിളിക്കുമ്പോൾ ബൈ എ പോർഷൻ അവരെ ദൈവം എന്തോ സ്പെസിഫിക് പർപ്പസിനായിട്ട്, എന്തോ പ്രത്യേക ദൗത്യത്തിനായിട്ട് ദൈവം വേർതിരിച്ച ഒരു കൂട്ടം ദൂതന്മാർ. ദ ഏഞ്ചൽസ് ആർ കോൾഡ് ദ സൺസ് ഓഫ് ഗോഡ് ആസ് ദേ ഹാവ് ബീൻ അപ്പോയിന്റഡ് ടു or they have been assigned to do certain task. അവരെ ഏതോ പ്രത്യേക ദൗത്യത്തിനായിട്ട് അവരെ സെപ്പറേറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് അവരെ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കുന്നു. മറ്റൊരു കൂട്ടരെ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കുന്നത് ഒരു കളക്റ്റീവ് നെയിം എന്ന നിലയിലാണ്. പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത്തെ ദൈവം വിളിക്കുന്നൊരു പേരുണ്ട്, മകൻ എന്ന് വിളിക്കും. നമ്മൾ പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ മോശയെ ദൈവം ഫറവോന്റെ അടുക്കിലേക്ക് ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിനായി പറഞ്ഞയക്കുമ്പോൾ മോശയോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. നീ ചെന്ന് ഫറവോനോട് പറയണം, യഹോവയായ ഞാൻ നിന്നെ അവരുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. നീ ചെന്ന് പറയണം, ഇസ്രായേൽ എന്റെ മകൻ, എന്റെ ആദ്യജാതൻ. ഭയങ്കര രസകരമായ ഒരു യൂസേജ് ആണത്. ദൈവം ഇസ്രായേൽ ആസ് എ നേഷൻ ഈസ് കോൾഡ് ദ സൺ ഓഫ് ഗോഡ്. ഒരു രാജ്യം എന്ന നിലയിൽ, ഒരു ജനത എന്ന നിലയിൽ ഇസ്രായേലിനെ
ദൈവത്തിന്റെ മകൻ എന്ന് വിളിക്കുന്നതായിട്ട് നാം അവിടെ കാണും. അപ്പോൾ ഇസ്രായേൽ ആസ് എ നേഷൻ they became son by election. ദൈവം അവരെ തെരഞ്ഞെടുക്കുക വഴി അവർ എന്തായിത്തീർന്നു? ഒരു മകൻ ആയിത്തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നാലാമതായി ദാവീദിനെ, രാജാക്കന്മാരെ ദൈവം മകൻ എന്ന് വിളിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ദാവീദിനെ ദൈവം മകൻ എന്ന് വിളിക്കുന്നു. 89 സങ്കീർത്തനം 26 വാക്യം 27 വാക്യം ചേർത്ത് വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: അവൻ എന്നോട് നീ എനിക്ക് പിതാവ്, ഞാൻ അവനോട് നീ എനിക്ക് പുത്രൻ. ആ ഒരു പ്രയോഗം നമുക്ക് കാണുന്നുണ്ട്. സോ ഡേവിഡ് ഹാസ് ബീൻ കോൾഡ് ദ സൺ ഓഫ് ഗോഡ്. ദാവീദിനെ ദൈവപുത്രൻ എന്ന് വിളിച്ചിരിക്കുന്നു. അത് വിളിക്കാനുള്ള കാരണം ഹി ബിക്കേം ദ സൺ ബൈ ഓതറൈസേഷൻ. ദൈവം അവനെ അധികാരപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് അവനെ ദൈവത്തിന്റെ മകൻ എന്ന് വിളിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ വിളികളെല്ലാം നമുക്കും ബാധകമാണ് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ദാറ്റ്സ് ഇൻ എ ജനറൽ സെൻസ്. പിന്നെ ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് കൊണ്ട് നാം ദൈവത്തിന്റെ മക്കളാണ്. മറ്റൊന്ന്, ദൈവം നമ്മെ അധികാരപ്പെടുത്തിയത് കൊണ്ട് നാം ദൈവത്തിന്റെ മക്കളാണ്. ദൈവം പ്രത്യേക ദൗത്യങ്ങൾ നമ്മളെ ഏൽപ്പിച്ചത് കൊണ്ട് നാം ദൈവത്തിന്റെ മക്കളാണ്. അങ്ങനെ വ്യത്യസ്ത തലത്തിൽ പഴയ നിയമത്തിൽ കാണുന്ന പല മക്കൾക്കും ഉള്ള ആ പ്രത്യേക പദവികൾ പുതിയ നിയമത്തിൽ ദൈവമക്കളിൽ നിന്ന് നമുക്കും ഉണ്ട്. കൂടാതെ 2 തരത്തിൽ കൂടെ നമ്മൾ മകൻ എന്ന പ്രയോഗം കാണുന്നു. ഒന്ന് നമ്മളോടുള്ള ബന്ധത്തിലും പുതിയ നിയമത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ, മറ്റൊന്ന് യേശുവിനോടുള്ള ബന്ധത്തിലുമാണ്. യേശുവിനെ വിളിക്കുന്ന പേരും ദൈവപുത്രൻ എന്നാണ്, സൺ ഓഫ് ഗോഡ്. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, ദൈവപുത്രൻ. യേശുവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലും 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലും വായിക്കുമ്പോൾ അവിടെ ഏകജാതനായ പുത്രൻ, മോണോഗനോസ് തിയോസ്, ഏകജാതനായ പുത്രൻ. മോണോഗനോസ് എന്ന വാക്കിൽ ഗ്രീക്കിൽ പറഞ്ഞാൽ വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ്. അത്തരത്തിൽ ദൈവത്തിന് ഒരു മകനേ ഉള്ളൂ, വേറെ ആരെയും കമ്പയർ ചെയ്യാൻ കഴിയാത്ത ഏക മകൻ, ഏകജാതനായ പുത്രൻ എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ ഹി ബിക്കേം സൺ ബൈ എമനേഷൻ. ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നവൻ. ജന്മം കൊടുത്തവൻ എന്ന നിലയിലല്ല, സൃഷ്ടിക്കപ്പെട്ടവൻ എന്ന നിലയിലല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ബാധകമല്ലാത്ത ദൈവപുത്രൻ എന്ന് വിളിക്കുന്ന യേശു. അപ്പൊ യേശു എന്ന് പറയുമ്പോൾ, ദൈവത്തിന്റെ മകൻ എന്ന് പറയുമ്പോൾ, അതൊരു തരത്തിൽ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന, ബൈ മീൻസ് എമനേഷൻ, EMANATION, that which came from God. ദൈവത്തിൽ നിന്ന് പുറത്തു വന്നവൻ, ദൈവത്തിൽ ഉണ്ടായിരുന്നവൻ, പുറത്തു വന്നവൻ എന്നുള്ള അർത്ഥത്തിൽ യേശുവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നു. ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രധാന വിഷയം നമ്മൾ ദൈവമക്കൾ എന്നുള്ളതാണ്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. സോ വി ഹാവ് ബീൻ ഓതറൈസ്ഡ് ടു ബി ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. പക്ഷേ പൗലോസിന്റെ ചില പ്രയോഗങ്ങളാണ് ഈ പ്രസംഗത്തിന് ആധാരമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത്. നമ്മളെ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കുന്നത് ഒരു സാധാരണ ലെവലിലല്ല. പഴയ നിയമത്തിൽ മറ്റുള്ളവരെ മക്കൾ എന്ന് വിളിക്കുന്ന ആ ലെവലൊക്കെ നമുക്ക് ബാധകമാണെങ്കിലും പൗലോസിന്റെ ഭാഷയിൽ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു: നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും, ഒരു എലക്ഷൻ ഉണ്ട്, തെരഞ്ഞെടുക്കുകയും തിരുവിധത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം ഗോഡ് നമ്മെ ദത്തെടുക്കുകയും ചെയ്യേണ്ടതിന്. ഒരു തരത്തിൽ പറഞ്ഞാൽ വി ഹാവ് ബിക്കം സൺസ് ബൈ അഡോപ്ഷൻ. സ്വർഗം നമ്മളെ ദത്തെടുത്തിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബേസിക്കലി നമ്മൾ മക്കളല്ല, പക്ഷേ നമ്മളെ മക്കളാക്കുവാൻ ദൈവം ചെയ്തൊരു പ്രയോഗം, നമ്മളെ ദത്തെടുത്തിരിക്കുന്നു. ദത്തെടുപ്പിനാൽ 2 കാര്യങ്ങളാലാണ് നാം മക്കളാകുന്നത്. ദ ഫസ്റ്റ് വൺ പ്രൈമർലി ബൈ മീൻസ് ഓഫ് അഡോപ്ഷൻ. പ്രധാനമായും നമ്മളെ ദൈവം ദത്തെടുത്തു. രണ്ടാമത് ബൈ റീജനറേഷൻ. നമ്മളെ ദൈവം പുനർസൃഷ്ടിച്ചു. റീജനറേഷൻ, പുനർസൃഷ്ടിച്ചു. അങ്ങനെ പുനർസൃഷ്ടിയാലും അഡോപ്ഷൻ, ദത്തെടുപ്പിനാലും നമ്മൾ മക്കളായിരിക്കുന്നു. ഇത് രസകരമായൊരു കാര്യമാണ്. ദത്തെടുപ്പ് അഥവാ പുത്രത്വം നൽകൽ. എല്ലാവരും ഒന്ന് പറ, പുത്രത്വം നൽകൽ എന്ന് പറഞ്ഞാൽ, ദത്തെടുപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, ഇറ്റ്സ് വാട്ട് യു കോൾ, ഇറ്റ്സ് എ പൊസിഷൻ. അതെന്താണ്? ഒരു പദവിയാണ്. എല്ലാവരും പറഞ്ഞാട്ടെ, പദവി. കുറച്ചുകൂടെ ആളുകൾക്ക് ക്യാമറ ഓൺ ചെയ്യാം. എല്ലാവരും പറഞ്ഞാട്ടെ, പദവി. പദവി.
നാം മക്കളായിരിക്കുന്നത് ഒരു പദവിയാണ്. പക്ഷെ ആ ഒരു പദവി കൊണ്ട് മാത്രം ദൈവം നിർത്തിയില്ല. നമ്മളെ ദൈവം ഒരു പദവി തന്ന് മക്കൾ എന്നൊരു പദവിയിൽ മാത്രം നിർത്തി അവസാനിപ്പിച്ചില്ല. എന്താണ് ഒരു പ്രത്യേകത? ഒരു പദവി എന്ന നിലയിൽ മക്കളാക്കിയാൽ അതൊരു പ്ലേസ്മെന്റ് ആണ്. യു ഹാവ് ബിൻ പ്ലേസ്ഡ് സംവെയർ ദാറ്റ് യു ഹാവ് ബിൻ ഗിവൺ എ സ്റ്റാറ്റസ്. നമുക്കൊരു പദവി തന്നിരിക്കുന്നു, നമ്മൾ മക്കളാണ്, അതൊരു പദവിയാണ്. ശ്രദ്ധിക്കൂ, അതിനെ രസകരമായി പറഞ്ഞാൽ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത ശബത്തുകളെ കുറിച്ച് നാം പഠിക്കുന്നുണ്ട്. ശബത്തുകൾ, അതിൽ പ്രധാനമായും വി ലേൺ അബൌട്ട് 3 ശബത്ത്, 3 തരത്തിലുള്ള ശബത്തുകളെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ഒന്നാമത്തെ ശബത്ത് എന്ന് പറയുന്നത് ആഴ്ചയിലെ സ്വസ്ഥതയാണ്. ആഴ്ചയിൽ, അതായത് 6 ദിവസം അധ്വാനിച്ചു വേല ചെയ്യുക, 7-ാം ദിവസം പറഞ്ഞോളൂ സ്വസ്ഥനായിരിക്കുക. 7-ാം ദിവസത്തെ സ്വസ്ഥത. രണ്ടാമത്തെ സ്വസ്ഥത അഥവാ റെസ്റ്റ്, ദൈവജനത്തിന് ദൈവം കൽപ്പിക്കുന്ന ശബത്ത് എന്ന് പറയുന്നത് 7-ാം വർഷത്തെ സ്വസ്ഥതയാണ്. ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയൊക്കെ കൃഷി ചെയ്തുകൊള്ളൂ. 6 വർഷം കൃഷി ചെയ്ത് വേല ചെയ്ത് നിങ്ങൾക്ക് ഭൂമിയിൽ കൃഷി ചെയ്യാം. പക്ഷെ 7-ാം വർഷം ഭൂമി എന്ത് ചെയ്യാൻ പാടില്ല? കൃഷി ചെയ്യാൻ പാടുള്ളതല്ല. 7-ാം ദിവസം ഭൂമി കൃഷി ചെയ്യുവാൻ പാടുള്ളതല്ല. ഭൂമിക്ക് സ്വസ്ഥത കൊടുക്കണം. ശ്രദ്ധിക്കണമേ, ദൈവം ഭൂമിക്കും സ്വസ്ഥത കൊടുക്കുന്നു. അടുത്തത് 3-ാമത്തെ സ്വസ്ഥതയാണ് പ്രസക്തമായ ഒരു സ്വസ്ഥത. ആ സ്വസ്ഥത എന്ന് പറയുന്നത് ജൂബിലി അഥവാ ജൂബിലി റെസ്റ്റ് ആണ്. ഒന്നാമത്തത് വീക്ക്ലി റെസ്റ്റ്, രണ്ടാമത്തത് ഇയർലി റെസ്റ്റ്, 3-ാമത്തത് ജൂബിലി റെസ്റ്റ്. ജൂബിലി റെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് മലയാളത്തിൽ യോവേൽ സംവത്സരം എന്ന് പറയുന്നു. യോവേൽ സംവത്സരത്തിലെ സ്വസ്ഥതയ്ക്ക് ഒത്തിരി ഇംപ്ലിക്കേഷൻസ് ഉണ്ട്, ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഒന്ന്, വസ്തു ഒറിജിനൽ ഓണറിന് തിരിച്ചു കിട്ടുന്നു. ഞാൻ ആ പ്രമേയത്തിലേക്ക് പോകുന്നില്ല. രണ്ടാമത്, ഒരാൾക്കൊരു അടിമയുണ്ടെങ്കിൽ ആ അടിമയെ എന്ത് ചെയ്യും? സ്വതന്ത്രനാക്കണം. 50-ാമതൊരു വർഷമുണ്ടെങ്കിൽ അടിമ പിന്നെ വീട്ടിൽ അടിമയായിരിക്കാൻ പാടില്ല, അവനെ സ്വതന്ത്രനാക്കണം. ആ സ്വതന്ത്രനാക്കുന്ന അടിമയെ ഈ യജമാനൻ കൊണ്ടുവന്ന് അവന്റെ ഗേറ്റിന് പുറത്തേക്ക്, വീടിന് പുറത്തേക്ക്, വഴിയിലേക്ക് ഇറങ്ങി നിന്റെ സ്വാതന്ത്ര്യമായി പൊക്കൊള്ളൂ, നിനക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കുറെ വർഷങ്ങളായിട്ട് ഈ യജമാനന്റെ കൂടെ നിന്ന ഈ അടിമ എന്ന നിലയിൽ യജമാനന്റെ സ്നേഹവും ആദരവും ഒക്കെ പിടിച്ചുപറ്റിയ അവൻ ഒരുപക്ഷെ ഈ യജമാനെ വിട്ടുപോകാൻ മനസ്സ് വരില്ല. മനസ്സ് വരാതെ അവൻ കരഞ്ഞ് ചിണുങ്ങി നിൽക്കുമ്പോൾ യജമാനൻ ചോദിക്കും, എന്നെ പറ്റി? അവൻ പറയും, എന്റെ ജീവിതത്തിൽ ഇത്ര ഉത്തമനായ ഒരു യജമാനൻ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് പോകാൻ മനസ്സില്ല എന്ന് പറഞ്ഞ് അങ്ങയുടെ കൂടെ, അങ്ങയുടെ അടിമയായി, അങ്ങയുടെ ദാസനായി ഞാൻ ജീവിക്കാനായി ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ യജമാനൻ എന്ത് ചെയ്യുന്നറിയാമോ? അവന്റെ കൈക്ക് പിടിച്ച് അവനെ വീട്ടിനകത്തേക്ക് കൊണ്ടുവന്ന് അവന്റെ കാത് കട്ടളയിലോട്ട് ചേർത്ത് വെച്ചിട്ട് he will be taking a nail and will be piercing his ears over against the doorpost. ഈ കതകിന്റെ കട്ടളയിലോട്ട് ചേർത്ത് വെച്ച് അവന്റെ ചെവി കിഴിക്കും. നമുക്കറിയാം, നമുക്ക് പല്ലുവേദന എടുക്കുമ്പോഴും അല്ലെങ്കിൽ ശരീരം എന്തെങ്കിലും വേദന എടുത്താൽ നമ്മൾ കരയുമ്പോൾ അയ്യോ എന്ന് വിളിക്കും. ചിലർ അമ്മേ എന്ന് വിളിക്കും. എന്നതുപോലെ ഈ ചെവി കുത്തി കിഴിക്കുമ്പോ ഇവൻ അറിഞ്ഞോ അറിയാതോ അബാ എന്നൊരു വിളി വിളിക്കും. അബ്ബ എന്നത് അരാമ്യ ഭാഷയിൽ പപ്പാ, ഫാദർ എന്ന് വിളിക്കുന്ന വിളിയാണ്. ഒരു തരത്തിൽ അവനൊരു പ്രത്യേക പദവി കിട്ടുകയാണ്. ആ കുടുംബത്തിൽ ഇതുവരെ അവൻ അടിമയായിരുന്നു, ഇനിയും അവൻ ഒരു അടിമയാണ്. പക്ഷേ അവനൊരു ചെറിയ പദവി കിട്ടും. സൺ എന്ന് അവനെ വിളിക്കാൻ പറ്റില്ലെങ്കിലും മക്കൾക്കുള്ളതുപോലെ എല്ലാ പദവി, ഈ വീട്ടിലെ എല്ലാ മകന്റെ പദവികളും അവൻ അനുഭവിച്ച് ആ യജമാനനെ സേവിച്ച് ജീവിച്ചു പോകാം. ഒരുപക്ഷെ അവൻ ഓഹരി കിട്ടത്തില്ലായിരിക്കും. അതാണ് ഏറ്റവും വലിയ ട്രാജഡി. അവൻ എന്ത് കിട്ടത്തില്ല? ഓഹരി കിട്ടത്തില്ല. He will be experiencing a position and may be given a status, whereas he will not be receiving an inheritance. അവനൊരു ഓഹരി കിട്ടാതെ പോകും. നിങ്ങൾ ലളിതമായി പറഞ്ഞാൽ അവൻ്റെ ഒരു അടിമയാണ്, പക്ഷേ അവനിപ്പോ അപ്പാ എന്ന് വിളിക്കാം, അബാ ഫാദർ എന്ന് വിളിക്കുന്ന ഒരു നിലയിലേക്ക് അവൻ അലറി വിളിക്കുന്നു. ആ ഒരു പദവിയിലേക്ക് വരുന്നു. ശ്രദ്ധിക്കണമേ, ആ പദവി കിട്ടുമ്പോഴും ഞാൻ പറഞ്ഞതുപോലെ അവന് അവകാശം കിട്ടുന്നില്ല. പദവിയും അവകാശവും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ഉദാഹരണം ഞാൻ പറഞ്ഞാൽ,
ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ അബ്രഹാം വീണ്ടും വിവാഹം കഴിച്ചിട്ട് സാറായി മരിച്ചതിന് ശേഷം കെതുറ എന്ന് പറഞ്ഞ ഒരു സഹോദരി വിവാഹം കഴിക്കുന്നു. കെതുറയിൽ അബ്രഹാമിന് മക്കളുണ്ടായി. അതിന് 3-ാം വാക്യത്തിലൊക്കെ വായിക്കുന്നത് കെതുറയുടെ, അതായത് ഇസഹാക്കിന് അബ്രഹാം ഓഹരി കൊടുത്തു, പക്ഷെ കെതുറയുടെ മക്കൾക്കോ ദാനങ്ങൾ കൊടുത്തു എന്ന് വായിക്കുന്നു. കാരണം അവരും വീട്ടിൽ ജനിച്ചവരാണ്, അവർക്ക് മക്കളെന്ന പദവിയൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് അബ്രഹാം ദാനങ്ങളെ കൊടുത്തുള്ളൂ. കെതുറയുടെ മക്കൾക്ക് ദാനങ്ങൾ കൊടുത്തപ്പോൾ ഇസഹാക്കിന് ഓഹരി കൊടുത്തു. ഞാൻ പറഞ്ഞതിന്റെ സാരം, അഡോപ്റ്റഡ് സൺ, ദൈവം അല്ലെങ്കിൽ ദത്തെടുത്ത ഇത്തരത്തിലുള്ള ദത്ത് മക്കൾക്ക് സ്വാഭാവികമായിട്ട് എന്തേ കിട്ടത്തുള്ളൂ? അവർക്ക് പദവിയെ കിട്ടത്തുള്ളൂ. എന്നാൽ ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം നാം വെറും പദവി അനുഭവിക്കുന്നവർ മാത്രമല്ല. സ്തോത്രം, പ്രൈസ് ഗോഡ്. മക്കൾ എന്ന പദവി മാത്രമല്ല, വി ഹാവ് ബീൻ റീജനറേറ്റഡ്. നമ്മളെ പുനർസൃഷ്ടി നടത്തി, പുനരുദ്ധരിച്ച് അല്ലെങ്കിൽ പുനഃസൃഷ്ടി നടത്തി നമ്മളെ എന്താക്കി? മക്കൾ എന്ന പദവിയിൽ നിന്ന് അടുത്തൊരു ലെവലിലേക്ക്, മക്കളുടെ അവകാശത്തിലേക്ക് പ്രവേശിക്കുവാൻ. എഫേസ് കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൽ വായിക്കുന്നത്, വി ഹാവ് ബീൻ മെയ്ഡ് കോഹേഴ്സ് വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാക്കി എന്ന് പറഞ്ഞാൽ, ഇന്ന് ദൈവത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് നിങ്ങൾക്കും ഉള്ളത് വെറും പദവി മാത്രമല്ല, മക്കൾ എന്ന നിലയിൽ യേശുവിന് എന്തൊക്കെ അവകാശങ്ങൾ ഉണ്ടോ ആ അവകാശങ്ങളെല്ലാം എനിക്കും നിങ്ങൾക്കും ഉള്ളതാണ്. താങ്ക് യു ജീസസ്. ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് ആഴത്തിൽ ചിന്തിക്കുവാനും പറയുവാനും നിയോഗമുള്ള ഒരു പ്രമേയം ഞാൻ വിളിച്ചു പറയുകയാണ്. നാം വെറും ദത്തുമക്കളല്ല, പിന്നെയോ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും. നിങ്ങൾ വായിക്കുന്ന വാക്യം കൃത്യമാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മൾ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഇന്ന് രാത്രി കഴിയട്ടെ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തിനും we are co-heirs with Christ. Anything that which belongs to Jesus, that which belongs to me too. ഇന്ന് രാത്രിയിലും അത് ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം അവകാശികളാണ്, നാം കൂലിക്കാരല്ല, നാം വേലക്കാരല്ല, നാം ദത്തുമക്കളല്ല. ദൈവം നമ്മെ അവകാശികളാക്കി തീർത്തിരിക്കുന്നു. അവകാശികൾ എന്ന് പറയുമ്പോൾ നമ്മൾ മക്കൾ എന്ന നിലയിൽ അടുത്തൊരു ലെവലിലേക്ക് കയറുക, അപ്പനിൽ നിന്ന് ജനിച്ച മക്കൾ എന്ന നിലയിലേക്ക്. പ്രൈസ് ഗോഡ്. അപ്പനിൽ നിന്ന് ജനിച്ച മക്കൾ. നമ്മൾ യോഹന്നാൻ 1:12 വായിക്കുമ്പോൾ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ. നമ്മൾ എഴുത്തിന്റെ ആ ഒരു ഓർഡർ പരിശോധിച്ചാൽ, യോഹന്നാൻ സുവിശേഷം, വെളിപ്പാട് പുസ്തകം യോഹന്നാൻ സുവിശേഷം എഴുതിയ ഒരാളാണെന്നും ചിലർ വാദിക്കുന്ന യോഹന്നാൻ സുവിശേഷം എഴുതിയിട്ടാണ് വെളിപ്പാട് പുസ്തകം എഴുതിയതെന്നും, വേറെ ചിലർ വെളിപ്പാട് പുസ്തകം എഴുതി കഴിഞ്ഞിട്ടാണ് യോഹന്നാന്റെ സുവിശേഷം എഴുതിയതെന്നും വാദിക്കുന്നവരുണ്ട്. എന്റെ ഭാവന ഞാൻ പറയാം, എന്റെ ചിന്ത ഞാൻ പറയാം, ഇത്രയേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 1:12 അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. മക്കൾ എന്നതിനെ സാധാരണ ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന പദം ഹൂയിയോസ് എന്ന പദമാണ്. ഹൂയിയോസ്, ഗ്രീക്കിൽ ഹൂയിയോസ് എന്ന പദമാണ്. ദത്തെടുക്കുക എന്നുള്ളതിന് ഹൂയോ തീസാൻ എന്ന പദമാണ്. അതായത് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം 5-ാം വാക്യത്തിൽ വായിക്കും ഹൂയോ തീസാൻ എന്നാണ്. ഹൂയിയോസ് എന്ന് പറഞ്ഞാൽ സൺ എന്നാണ്, സൺ എന്നാണ്, മകൻ എന്നാണ്. തിസാൻ എന്ന് പറഞ്ഞാൽ അത് തിത്തേമി എന്ന ഗ്രീക്ക് പദത്തിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ്. തിത്തേമി എന്ന് പറഞ്ഞാൽ പ്ലേസ് എന്നാണ്, പ്ലേസ്. നമ്മൾ ഗലാത്യ ലേഖനം 1-ാം അധ്യായം വായിക്കുമ്പോൾ വേറൊരു സുവിശേഷത്തിലേക്ക് വീണു പോകുക എന്നുള്ളതിന് കട്ടാ തിത്തേമി എന്നാന്ന് വെച്ചാൽ നിങ്ങൾ ആ സുവിശേഷത്തിലേക്ക് മറിഞ്ഞു വീഴുക, ആ സ്ഥാനത്ത് നിന്ന് താഴെ വേറെ സ്ഥാനത്തേക്ക് പോവുക എന്നാ. സ്തോത്രം. അതുപോലെ തന്നെ ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലും അത് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്നുള്ളതിന് പ്രോസ് തിത്തേമി എന്നാ. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഹയർ സ്കെയിലിലേക്ക് ഞങ്ങളെ പ്ലേസ് ചെയ്യണമെന്നാ അവർ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഹൂയോ തീസാൻ എന്ന് പറഞ്ഞാൽ ആ മകന്റെ പ്രതലത്തിലേക്ക് നിങ്ങൾക്കൊരു പൊസിഷണൽ, വാട്ട് യു കോൾ എ പൊസിഷണൽ സൺഷിപ്പ്, നിങ്ങൾ ആ സ്ഥാനത്തിലേക്ക് ഇരുത്തുകയാണ്. എന്റെ കൂടെയുണ്ടോ നിങ്ങൾ? സ്തോത്രം. ആ സ്ഥാനത്തിലേക്ക്, ഇത് ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഈ ഒരു സ്ഥാനത്തേക്ക് പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ
എന്റെ തലയിൽ, നിങ്ങളുടെ തലയിലൊക്കെ മുടിയുണ്ടല്ലേ? മുടിയുണ്ട്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന മുടി. സഹോദരിമാരാണെങ്കിൽ മുടിക്ക് വേണ്ടത്ര കെയർ കൊടുക്കും. മണിക്കൂറുകൾ, എനിക്കൊരു മോളുണ്ട്, അവൾ മണിക്കൂറുകൾ മുടിക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന ചില ദിവസങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്തിരി മുടി കൂടുതലാണ്, അതുകൊണ്ടൊക്കെ തന്നെയാണ്. എന്നാലും ഈ മുടി ഇഷ്ടമാണ്. പണ്ട് കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ആളുകൾ, എൻ്റെ കൂട്ടുകാരെ കല്യാണം കഴിക്കുമ്പോൾ ചിലർ പറയും, എനിക്ക് നല്ല മുടിയുള്ള പെങ്കൊച്ചിനെ വേണം. അതൊരു ഭയങ്കര പ്രയോറിറ്റി ആയിരുന്നു. പക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ മുടി നമ്മുടെ തലയിലായിരിക്കുന്നത് അല്ലേ? എൻ്റെ തലയിലെ മുടിയെല്ലാം ഏറെക്കുറെ പോയി. അപ്പം നമ്മുടെ തലയിലാണ് മുടി ഇരിക്കുന്നത്. ഈ മുടി തലയിലിരിക്കുന്ന കാലത്തോളം നമ്മൾ അതിനെ കെയർ ചെയ്യും. നമ്മൾ അതിന് എന്തൊക്കെ പരിപാടികൾ ചെയ്യാമോ അത് ഏറ്റവും മനോഹരമാക്കി സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കും. പക്ഷെ ഈ തലയിൽ നിന്ന് ഒരു മുടി ഒഴിഞ്ഞ് ഭക്ഷണത്തിൽ വീണാലോ? സഹോദരിമാരെ, കുടുംബസ്ഥരായ സഹോദരിമാരുണ്ടല്ലോ, നിങ്ങളുടെ മുടി ഭർത്താവിന് ഇഷ്ടമായിരിക്കാം, പക്ഷെ അതിൽ ഒരു മുടി പൊഴിഞ്ഞ് ഭക്ഷണത്തിൽ വീണാൽ എൻ്റെ ദൈവമേ, പല കുടുംബങ്ങളിലും കുടുംബക്കലഹം ഉണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭക്ഷണം ഇതിലേക്കിടക്ക് റോഡിലേക്ക് പോകുന്നു, മുറ്റത്തോട്ട് പോകുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇങ്ങനൊക്കെ സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ പറഞ്ഞതിന്റെ സ്ഥാനം? ലളിതമായി ഞാൻ പറയാം. ഈ മുടിക്ക് തലയിലിരിക്കുന്ന കാലത്തോളം മാത്രമേ റെസ്പെക്ട് ഉള്ളൂ, ഹോണർ ഉള്ളൂ. ഐ ടെൽ യു പ്ലെയിൻലി, യു ഹാവ് ബീൻ പ്ലേസ്ഡ്, യു ഹാവ് ബീൻ ഗിവൺ ദ പൊസിഷൻ, യു ഹാവ് ബീൻ ബ്ലെസ്ഡ് വിത്ത് എ പൊസിഷൻ that you are called the adopted son of God. You have been given a placement. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ദൂത് പറയാ, ദൈവമാക്കിയ സ്ഥാനത്ത് ആ പ്ലേസിൽ നിൽക്കാത്ത കാലത്തോളം, ഹല്ലേലൂയ, നിൽക്കുന്ന കാലത്തോളം you will be honored, you will be cared, you will be blessed. The very moment you move away from the place that he has placed you, you will be thrown out as a waste. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങളെ വെച്ചിരിക്കുന്ന സ്ഥാനത്തുനിന്ന് നിങ്ങൾ താഴെ പോയാൽ മാറിപ്പോയാൽ നിങ്ങളുടെ പദവി പോകുക മാത്രമല്ല, യു വിൽ ബിക്കം an utter waste. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഈ തലയിൽ വെച്ചേക്കുന്ന മുടിക്ക് കെയർ കിട്ടി അതിനെ നമ്മൾ എന്തെല്ലാം പദവിയിലാക്കുന്നു എന്നതുപോലെ, ഞാൻ പറയട്ടെ, ഒരിക്കൽ ദൈവം നിങ്ങളെ ഒരു പൊസിഷൻ തന്ന് മകൻ എന്ന പദവിയിലേക്ക് നിർത്തിയെങ്കിൽ ആ പദവിയിൽ നിന്ന് അടുത്തൊരു ലെവലിലേക്ക് പോകുകയാണ്. അതാണ് യോഹന്നാൻ പറയുന്നത്. എന്താണെന്നറിയാമോ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അവിടെ മകൻ എന്നതിന് അവിടെ യവനായ ഭാഷയിൽ ഉപയോഗിക്കുന്ന പദം ടെക്കന എന്ന പദമാണ്. മകൻ, ടെക്കനോൻ സിംഗുലർ ആണ്, ടെക്കന പ്ലൂറൽ. മകൻ എന്നതിന് യവനായ ഭാഷയിൽ നിങ്ങൾക്കറിയാം, കേട്ടിട്ടുണ്ടാവും, പുതിയ നിയമം എഴുതിയ മൂലഭാഷ ഗ്രീക്ക് ഭാഷയിലാണ്. ഗ്രീക്ക് ഭാഷയിൽ മകൻ അവിടെ ടെക്കനോൻ എന്ന വാക്കിന് ചൈൽഡ് എന്ന അർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് നേരിട്ട് ജനിച്ചവൻ. ഹല്ലേലൂയ. കണ്ടില്ലേ? പദവിയിൽ നിന്ന് ആളിന്റെ ലക്ഷണം മാറി. ഇന്ന് പദവി എന്ന നിലയിലല്ല, മറിച്ച് ദൈവത്തിൽ നിന്ന് നേരിട്ട് ജനിച്ചവൻ. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഞാൻ പറയാം, ദൈവത്തിന്റെ ജീനാണ് നമ്മിൽ നിൽക്കുന്നത്. യേശുക്രിസ്തു മൂലം നമുക്ക് ലഭിച്ച ആ ജനനം അതൊരു പുനർജനനമാണ്, വെറും ഒരു പൊസിഷൻ അല്ല. ആ പൊസിഷനിലേക്ക് കയറ്റി നിർത്തിയിട്ട് നിങ്ങൾക്കൊരു പൊതുജനനം തരികയാണ്. അപ്പനിൽ നിന്ന് നേരിട്ട് ജനിച്ച മകൻ. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം പറയുന്നത്, അവർ പുരുഷന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത്. ഇന്ന് രാത്രിയിലും ആ ദൈവത്തിൽ നിന്ന് ജനിച്ചൊരു നിലയിലേക്ക് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നത് അതൊരു ഭയങ്കര ട്രാൻസിഷൻ ആണ്. ഇറ്റ് ഈസ് നോട്ട് നെസസറിലി ജസ്റ്റ് എ ട്രാൻസിഷൻ, ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോർമേഷൻ. ഇറ്റ് ഈസ് not necessarily just a transition. It is not something positional. It is not something what I would say positional, or it is not something transitional, but it is transformational. ഹോറാബാല ശിക്കലമനാദി. ഇന്ന് രാത്രിയിലും ആ ട്രാൻസ്ഫോർമേഷണൽ സൺഷിപ്പ് വരുന്നത് എപ്പോഴാണെന്നറിയാമോ? ഇറ്റ് ഈസ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്. ഹല്ലേലൂയ. അവർ ജഡത്തിന്റെ ഇഷ്ടത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇഷ്ടത്തിൽ നിന്നല്ല, ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത്. നിങ്ങൾക്ക് ആ ട്രാൻസ്ഫോർമേഷനിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നത്, പ്രൈസ് ഗോഡ്, ആ മകൻ എന്ന നിലയിൽ നിങ്ങളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് ആത്മാവ് ചെയ്യുന്ന പ്രവൃത്തിയാണ്. രാത്രി പറ, കർത്താവേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ അവിടുത്തെ ക്രിയ ചെയ്യണമേ.
മകൻ എന്ന പൊസിഷനിൽ നിന്ന് മകൻ അപ്പനിൽ നിന്ന് നേരിട്ട് ജനിച്ച മകൻ എന്ന നിലയിലേക്ക് എൻ്റെ നിലവാരത്തെ റീജനറേറ്റ് ചെയ്യണമേ. ഇറ്റ് ഈസ് എ സോർട്ട് ഓഫ് റീക്രിയേഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രയോഗം പൗലോസ് പറയുന്നുണ്ട്. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലാണ്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അവിടെ രൂപാന്തരപ്പെടുക എന്നതിന് പൗലോസ് ഉപയോഗിക്കുന്ന യവനായ പദം മെറ്റാമോർഫോസിസ് എന്ന പദമാണ്. മെറ്റാമോർഫോസിസ്. ഈ മകൻ എന്ന നിലയിൽ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ എന്താ മെറ്റാമോർഫോസിസ്? നിങ്ങൾക്കറിയാം, ഒരു ചിത്രശലഭം, ഒരു ബട്ടർഫ്ലൈ ഒരു ചെടിയുടെ ഇലയുടെ കീഴിൽ വന്ന് മുട്ട ഇടുന്നു. അങ്ങനെ മുട്ടയിട്ടാൽ ആ മുട്ട അവിടെ ഇരുന്ന് 7, 10, 15 ദിവസത്തിനകം 14 ദിവസത്തിനകം അത് വിരിയും. മുട്ട വിരിയുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? അതിനകത്തുനിന്നൊരു, നിങ്ങൾക്കും പ്രതികരിക്കാം, ഒരു ഒരു പുഴു പുറത്തു വരും. എന്താ വരും? ഒരു പുഴു പുറത്തു വരും. ആ പുഴു പുറത്തു വരുന്നതിനെ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ അത് ഇല തിന്നും, കാ തിന്നും, അതിങ്ങനെ തിന്നുകൊണ്ട് നടക്കും. പച്ചില മൊത്തം തിന്നും, കായ് തിന്നും. പിന്നെ ചെടിയാണെങ്കിൽ വേണ്ടി വന്നാൽ ചെടിയും കൂടെ തിന്നു തീർക്കും. അങ്ങനെ കുറെ നാള് തിന്ന് ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്യും? എന്നിട്ട് ഒരു ദിവസം ഇദ്ദേഹം ഒരു ലിക്വിഡ് പോലൊരു സാധനം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പുറത്തേക്ക് വരും. ഒരു ലിക്വിഡ് പോലെ സാധനം വന്നിട്ട് അത് അതിന്റെ ദേഹം മുഴുവൻ ഒരു കൂട് പോലെ, നമ്മൾ കൊക്കൂൺ സ്റ്റേജ് എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിലേക്ക്, ഒരു സമാധി ഇരിക്കുന്ന രീതിയിലേക്ക് ഈ കൂടിനകത്തേക്ക് കയറും. എന്തോ ഒരു ദ്രാവകം പുറത്തേക്ക് വന്ന് ഇതിന് ചുറ്റും അങ്ങ് പൊതിയുകയാണ്. നിങ്ങൾ ഈ സെറികൾച്ചർ എന്ന് പറയുന്ന ഈ പട്ടുനൂൽ പുഴുവിന്റെ ആ പ്രോസസ് നടത്തുന്ന ഏതെങ്കിലും ഒരു സ്ഥാനം, ആയൂരിനടുത്തൊരു സ്ഥാപനമുണ്ട്, പോകാമെങ്കിൽ ഇത് കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെ ഈ ക്രീം പോലൊരു സാധനം ഇതിന്റെ പുറത്ത് വന്നിട്ട് ആ ഒരു പ്യൂപ്പ സ്റ്റേജിലേക്ക് പോകുന്നു. പ്രൈസ് ഗോഡ്. അതിനകത്ത് 10 14 ദിവസം ഈ വോം ഇരിക്കുകയാണ്. സ്തോത്രം. ഒരു 10 14 ദിവസം കഴിയുമ്പോൾ ഈ കൊക്കൂൺ കൂട് പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യും? ഇത് പുറത്തു വരും. ഇത് പുറത്തു വരുമ്പോൾ നിങ്ങൾ ആ പുഴുവിനെ നോക്ക്. ആ പുഴു പഴയ ഷെയ്പ്പാണോ, പഴയ കളറാണോ, പഴയ രീതിയാണോ? നമ്മളെ ദൈവം ഒരു പൊസിഷണൽ സൺഷിപ്പ് തന്ന് അഡോപ്റ്റഡ് സണ്ണാക്കി, ദത്തുപുത്രനാക്കി നിർത്തിയ നിലയിൽ നിന്ന് നമ്മളൊരു മെറ്റാമോർഫോസിസ് നടക്കുമ്പോൾ the transformation will be taking place as a result of the coming of the Holy Spirit, which eventually transform your entire life. അത് പ്രധാനമായും ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന മകനാക്കി നിങ്ങളെ റീജനറേറ്റ് ചെയ്യുമ്പോൾ അത് പ്രൈമറിലി ഫോക്കസ് ചെയ്യുന്ന നിങ്ങളുടെ ക്യാരക്ടറാണ്. സ്തോത്രം. നിങ്ങളുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുകയാണ്, നിങ്ങളുടെ പ്രതികരണത്തെ രൂപാന്തരപ്പെടുത്തുകയാണ്. നിങ്ങൾ ഈ ബട്ടർഫ്ലൈ ഒന്ന് ശ്രദ്ധിക്കൂ. ഈ ബട്ടർഫ്ലൈയെ നോക്കി ആളുകൾ ചിലപ്പോൾ പറഞ്ഞേക്കെ, ഹേ നിന്നെ എനിക്കറിയാം, നീ കുറെ നാൾ ഇല തിന്ന് ജീവിച്ച പുള്ളിയാ, പണ്ട് ഇലയും തിന്നും, ചെടിയും തിന്നും, പൂവും തിന്നും, കായും തിന്നും, എല്ലാം തിന്ന് തീർക്കുന്ന ഒരു ജീവിയാണിത്, നീ വലിയ പൊങ്ങച്ചൊന്നും പറയണ്ട. അത് പറയും, ഇന്ന് ഞാൻ അതൊന്നും തിന്നത്തില്ലെന്ന് മാത്രമല്ല, ഇന്ന് ഇത് ഇല പോയിട്ട് പൂ പോയിട്ട് ആ പൂവിനകത്തുള്ള തേനേ കുടിക്കത്തുള്ളൂ. You just offer a basket full of tender leaves, tender mulberry leaves. It will never ever turn towards that. അപ്പൊ നിങ്ങൾ പറയേ, പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ശരിയാ, പണ്ട് അങ്ങനെ അല്ലായിരുന്നു. Now I am transformed. I am a transformed being. ഞാൻ രൂപാന്തരപ്പെട്ട ഒരു വ്യക്തിയാണ്. ഞാൻ ഇന്ന് മകനാണ്. So that I will be showing the character of my father. I am the chip of the old block. Rubala Shakala Manadi. I am the chip of the old block. I am a child of God. Rubala Shakalabad. ഇന്ന് രാത്രി പറ, ഞാനൊരു ദൈവ പൈതലാണ്. Nothing can affect me. Nothing can change me. My attitude is changed. My disposition is changed. My nature is changed. My character is changed. I am a new babe. I am something new. Hallelujah. ഇത് നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്.
പരിശുദ്ധാത്മാവ് ഒരാളിനെ രൂപാന്തരപ്പെടുത്തി, പരിശുദ്ധാത്മാവ് ഒരാൾക്ക് പുനർജന്മം നൽകിയാൽ ആ മനുഷ്യൻ പിന്നെ ദൈവത്തിന്റെ മകനാണ്. ഞാൻ ചിലരുടെയൊക്കെ ദത്തുമക്കളെ കണ്ടിട്ടുണ്ട്. ഈ ദത്തുമക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മകനാന്ന് അറിയാമെങ്കിലും സ്വന്തം മക്കളെ കെട്ടിപ്പിടിച്ച് അപ്പാ അമ്മ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുന്ന പോലെ ആ ഒരു ഫീലിങ്ങോടെ അപ്പാ എന്ന് വിളിക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ വിളിക്കുന്നവർ കണ്ടേക്കാം. അങ്ങനെ വിളിക്കാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് നിങ്ങളുടെ കാഴ്ചപ്പാട് മാറണമെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. ആത്മാവിന്റെ രൂപാന്തരത്തിന് നിന്ന് കൊടുക്കണം. That which enables you to call God your dad is the Holy Spirit, because this spirit is said to be the spirit of the Son. ഈ ആത്മാവിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, പുത്രത്വത്തിന്റെ ആത്മാവ്. പുത്രത്വത്തിന്റെ ആത്മാവ്. പുത്രൻ എന്ന പദവിയിൽ നിന്ന് യഥാർത്ഥ മകൻ എന്ന നിലയിലേക്ക് നിങ്ങളെ വളരുവാൻ സഹായിക്കുന്ന ആ ആത്മാവിന് വിധേയപ്പെട്ടാൽ ഇന്ന് രാത്രി നിയോഗത്തോടെ ഞാൻ ആ ദൂത് പറയാം, നിങ്ങൾ പഴയ സ്വഭാവമായിരിക്കില്ല. സ്തോത്രം. പണ്ട് ഇലയും പൂവും കായും തിന്ന് തീർക്കുന്ന ഒരു പുഴുവായിരുന്നെങ്കിൽ ഇന്ന് അതിനെ തിരിഞ്ഞു നോക്കാതെ തേൻ മാത്രം കുടിക്കുന്ന, തേൻ കുടിക്കുമ്പോൾ പോലും ഒരു പെറ്റലിന് പോലും, ഒരു പൂവിന്റെ ഒരു എതലിന് പോലും ഡാമേജ് വരുത്താത്ത ചിത്രശലഭം. പണ്ട് ഇത് എഴഞ്ഞു നടക്കുകയായിരുന്നു. ഇറ്റ് വിൽ ബി ക്രോളിങ്. ഇന്നത് ബട്ടർഫ്ലൈ ആയിട്ട് പറക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒന്നിനെ കീഴോട്ട് പിടിക്കുന്നത്, എന്തിനെ മണ്ണിനേക്ക് ഒരു പന്തോ കല്ലോ എടുത്ത് മേപ്പോട്ട് എറിഞ്ഞാൽ അത് കീഴോട്ട് വരും. കാരണം ഭൂമി അതിനെ ആകർഷിക്കുന്നു. ചിത്രശലഭം പക്ഷെ പറന്ന് മേപ്പോട്ട് പോകും. ഈ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ അതിജീവിച്ച് ഇതിന് അന്തരീക്ഷത്തിൽ പറക്കുവാൻ കഴിയും. ഒരിക്കൽ നിങ്ങൾ യഥാർത്ഥ മക്കളായാൽ nothing in the world can ever drag you down or pull you down. You will be beyond the power, beyond the catch, beyond the touch, beyond the reach of the power of the world. Horaba shakalamanadi. നിരാത്രി ഞാൻ നിങ്ങളോട് ദൂത് പറയാം, ഇങ്ങനെ തിരിച്ചറിയൂ, എന്നെ ഈ ലോകത്തിൽ ഒന്നിനും സ്വാധീനിക്കാൻ കഴിയില്ല. നത്തിങ് ക്യാൻ എവർ സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ് ഗോഡ് എന്ന് പൗലോസ് പറയുന്നില്ലേ? നിങ്ങൾക്കറിയാമോ, മരണത്തിനോ ജീവനോ, റോമർ 8 അവസാനത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നത്, മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ യാതൊരു ശക്തിക്കും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. How do I develop that kind of a confidence? Because I know that I am a perfect child of God. Hallelujah. So that you will be imitating the character of Jesus. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണല്ലോ, അവൻ മുന്നറിഞ്ഞവരെ, 29 27, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുവാൻ മുന്നേമിച്ചിരിക്കുന്നു. വാവ്! ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു ആഗ്രഹമുണ്ട്. നമ്മൾ ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടണം. അങ്ങനെ അനുരൂപപ്പെട്ട് ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മൾ വെളിപ്പെട്ട്, എന്നോട് ലളിതമായി പറഞ്ഞാൽ, ദൈവം ഒരുവനെ മകനാക്കി റീജനറേറ്റ് ചെയ്താൽ that will be reflected in your life is the character of Jesus. That means you will be a perfect son like Jesus, because the spirit, that which indwells you, that which covers you, that which leads you, that which steers your life, that which guides your life is nothing but the Spirit of God. Oh, Jesus. Niratri para kartave. Let the Holy Spirit be the steering force of my life. Let the Holy Spirit be the control of my life. Let the Holy Spirit be managing my life. Let the Holy Spirit be everything in my life, so that I will be made a perfect son of God through the regenerative work of the Spirit of God. Hallelujah. രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പുനർജനന സൃഷ്ടി എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തുകൊണ്ട് ചില ആളുകളുടെ സ്വഭാവം മാറുന്നില്ല? എന്തുകൊണ്ട് ചില ആളുകളുടെ ശൈലി മാറുന്നില്ല? നമ്മൾ പല ആളുകളെയും കണ്ടിട്ട് ഈ മനുഷ്യന്റെ വ്യത്യാസമില്ലെന്ന് പറയാറില്ലേ? എന്താ കാരണം എന്നറിയാമോ? ആത്മാവിന്റെ റീജനറേഷൻ സംഭവിച്ചിട്ടില്ല.
once you happen to have the regeneration through the work of the Spirit of God, ദൈവാത്മാവിന്റെ പ്രവൃത്തിയാൽ നിങ്ങൾക്കൊരു റീജനറേഷൻ വന്നു കഴിഞ്ഞാൽ, you will be manifesting the character of Jesus. You will be reflecting the character of Jesus. നമ്മൾ പാടും, യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. പാടാൻ എളുപ്പമാണ്, പക്ഷെ യേശുവിന്റെ സ്വഭാവം നമ്മളിലൂടെ വെളിപ്പെടുന്ന ഒരു നിലയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുവാൻ കഴിയുമ്പോഴാണ് ലിറ്ററലി നമ്മൾ യഥാർത്ഥത്തിൽ മക്കളായിത്തീരും. അപ്പൊ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. പക്ഷേ അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളെ റീജനറേറ്റ് ചെയ്താൽ നമ്മൾ അതിൽ വളരണം. എന്ത് ചെയ്യണം? വളരണം. എല്ലാരും പറഞ്ഞാട്ടെ, വളരുക. ഞാൻ ലളിതമായി പറയാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ, ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, അവകാശി എന്തോ ആ വാക്യൊന്നു ക്യാൻ somebody ഡിസ്പ്ലേ? ഗലാത്യർ 4:1. It takes a lot of time. Galatians 4:1. അവകാശി സർവത്തിനും If you find it difficult, I will read. Okay. ഞാൻ വായിക്കാം. അവകാശി സർവത്തിനും യജമാനനെങ്കിലും, അവിടെയാണ് അവകാശി സകലത്തിന് യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്ത് കാലം ദാസനേക്കാൾ ഒട്ടും വിശേഷത ഉള്ളവനല്ല. മതി, ശ്രദ്ധിച്ചോളൂ. അവകാശി എന്താണ്? അവകാശി എന്ന് പറയുന്ന നാം ദൈവത്തിന്റെ അവകാശികളാണ്, നാം ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ്. പക്ഷേ ശിശു ആയിരിക്കുന്ന കാലത്തോളം ദാസനേക്കാൾ ഒട്ടും, നമ്മൾ അതിന് താഴോട്ട് വായിക്കുമ്പോ അതിന്റെ അർത്ഥം എന്തെന്ന് നോക്കാമെങ്കിൽ, പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹവിചാരന്മാർക്കും കീഴ്പ്പെട്ടവൻ അത്രയും ഞാൻ പറയുന്നത്. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദിപാഠങ്ങൾക്ക് കീഴടിമപ്പെട്ടിരുന്നു. ഞാൻ നിങ്ങളോട് ഒരു മർമ്മം പറയാം. ഇന്നും നിങ്ങളെ ലോകത്തിലെ ചില ശക്തികൾ അടിമപ്പെടുത്തുന്നുവെങ്കിൽ, ഞാൻ ഗൾഫിലൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ എന്നോട് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ അറബിയുടെ വീട്ടിലാണ് ജോലി ചെയ്യുന്നത്, വണ്ടി ഓടിക്കുന്നു, ഡ്രൈവറാണ്, എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ശരിയാണ്. അപ്പൊ രസകരമായ ഒരു കാര്യം ഞാൻ പറയാം. ഈ അറബികളുടെ വീട്ടിലൊക്കെ ഗൾഫ് നാടുകളിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നവരുടെ ജോലിയാണ് അവരുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ സ്കൂളിലൊക്കെ കൊണ്ടുപോകുക. അപ്പൊ അവനെ സ്കൂളിൽ കൊണ്ടുപോകുക, അങ്ങോട്ട് ഇരിക്കടാ ഇങ്ങോട്ട് ഇരിക്കടാ. പിന്നെ വീട്ടിൽ ഹൗസ് മെയ്ഡ് ഉണ്ടെങ്കിൽ അവരാണ് ഈ കുഞ്ഞിനെ കുളിപ്പിച്ചെല്ലാം ശരിയാക്കുന്നത്. അപ്പൊ വേണ്ടി വന്നാൽ അവനൊരു ഞൊള്ളും കൊടുത്ത് ഒരു തള്ളും കൊടുത്ത് അവനെ വഴക്ക് പറഞ്ഞ്, നുള്ളിയില്ലേലും തല്ലിയില്ലേലും ശാസിച്ച് വഴക്ക് പറഞ്ഞ് അവനെ ഇങ്ങനെ പ്രഷറൈസ് ചെയ്ത്. പക്ഷേ അവനാ വീട്ടിലെ അറബിയുടെ മോനാ, അവനാണ് സകലത്തിന്റെ അവകാശി. പക്ഷെ എന്ത് പറ്റുന്നു? അവൻ ശിശു ആയിരിക്കുന്നിടത്തോളം ഈ വേലക്കാരൻ അവനെ ഇട്ട് എന്ത് ചെയ്യും? ഇങ്ങോട്ടും. നമ്മുടെയൊക്കെ വീട്ടുകളിലുള്ള സംഭവമാണ്. ഈ ആളുകളെ ഞാൻ നിങ്ങളോട് തുറന്നൊരു കാര്യം പറയാം. ചില ആളുകൾ ആഭിചാരമോ മന്ത്രവാദമോ ഏതെങ്കിലും പോരാട്ടങ്ങളോ ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന പൈശാചിക പ്രവൃത്തികൾ, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ എന്നൊക്കെ ഉള്ളതിന് അവിടെ 4-ാം അധ്യായത്തിൽ വായിക്കുന്ന ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ കീഴ്പ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ, ആദ്യപാഠം എന്നുള്ളതിന് സ്റ്റോയിക്കോ ടൗ കോസ്മോ എന്നൊരു പദം ഉപയോഗിക്കുന്നത്. അതായത് ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന സാത്താന്യ പ്രഭൃതികൾ, പിശാചിന്റെ ഭൂതാത്മാക്കളുടെ വ്യാപാരം എന്നൊക്കെ അതിന്റെ ഒരു അർത്ഥം. ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ഇരുളിന്റെ ശക്തികൾ എന്നാണ് അതിന്റെ അർത്ഥം. എഫെസ്യരോട് ചേർത്ത് വായിച്ചാൽ അന്ധകാരത്തിൽ ലോകാധിപതി എന്നോ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേന എന്നൊക്കെ പറയുന്ന സാധനങ്ങളാണ്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ നമ്മളെ സ്വാധീനിക്കും. മാത്രമല്ല ഈ നക്ഷത്രങ്ങൾ നമ്മളെ സ്വാധീനിക്കും. ജോബിന്റെ ഭാഷയെ പറഞ്ഞാൽ നിനക്ക് കാർത്തികയുടെ സങ്കലം, യോഹന്റെ പുസ്തകത്തിൽ 38-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ വായിക്കുന്ന പോലെ, നിനക്ക് ആർത്തിയുടെ ഞങ്ങളെ ബന്ധിക്കാമോ, നിനക്ക് മകരത്തിന്റെ ചക്കര അയക്കാമോ, നിനക്ക് രാശിചക്രത്തിന്റെ സമത്വം ഉറപ്പിടിക്കാമോ, സപ്തർഷികളെ മക്കളെ നിനക്ക് നടത്താമോ. ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ ഉള്ള സകല വ്യാപാരങ്ങൾക്ക് നമ്മളെ മേൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും, നമ്മൾ ശിശു ആയിരിക്കുന്ന കാലത്തോളം.
ഇന്നും പോരാട്ടമാണ്, ഇന്നും ബന്ധനമാണ്, ഇന്നും ആവിചാരമാണ്, ഇന്നും ആ ദേശാധിപതിനെ അലട്ടുന്നേ, അവിടുത്തെ പിശാചിനെ അലട്ടുന്നേ, അവിടുത്തെ പോരാട്ടം മാറിയിട്ട് എനിക്ക് സ്വസ്ഥതയില്ലേ. ഇന്നും പോരാട്ടത്തെ ഭയക്കുന്ന, അന്ധകാര ശക്തികളെ ഭയക്കുന്ന, ഇട്ടാന്തട്ട് തട്ടുന്ന അന്ധകാര വ്യാപാരങ്ങൾ, ആവിചാരങ്ങൾ, മന്ത്രവാദങ്ങൾ, ഇതൊക്കെ ഇട്ടാന്തട്ട് തട്ടുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് സത്യം പറയാം, നിങ്ങളെ മക്കളൊക്കെയാണ്, പക്ഷെ വളർന്നിട്ടില്ല. സ്തോത്രം. അവകാശി ശിശുവായിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വളർച്ച പ്രാപിക്കേണ്ട ആ ഉത്തമ വളർച്ച എത്തുന്നത് വരെ ഈ ഇരുളിന്റെ ശക്തികളൊക്കെ നിങ്ങളെ ഞൊട്ടും. ഒരിക്കൽ നിങ്ങൾ ശിശു എന്ന നിലയിൽ നിന്ന് ഒരു മെച്യൂരിറ്റിയിലേക്ക് നടത്തപ്പെട്ടാൽ പ്രൈസ് ഗോഡ്, ഒരു മെച്യൂരിറ്റിയിലേക്ക് നടത്തപ്പെട്ടാൽ പിന്നെ ഈ പിശാചിന്റെ മണ്ഡലങ്ങൾ നിങ്ങളുടെ മേൽ സ്വാധീനമുണ്ടാക്കുകയില്ല. ലോകത്തിൽ ഒരു ശക്തിക്കും നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ പറ്റുകയില്ല. കാരണം നിങ്ങൾ ദൈവ മകനാണ്, ദൈവ മകളാണ്. ഇന്ന് രാത്രിയിലും ഈ പ്രമേയം നിങ്ങൾ മറന്നു പോകരുത്. ഒരു ദുഷ്ട വ്യാപാര ശക്തിക്കും ഒരു അന്ധകാര ശക്തിക്കും ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ഒരു ചെകുത്താന്റെ പ്രഭുതികൾക്കും എൻ്റെ ജീവിതത്തെയോ എൻ്റെ ഭാവിയെയോ എൻ്റെ തലമുറയെയോ എൻ്റെ ജീവിതത്തിന്റെ നന്മകളെയോ തടയാനോ തടസ്സപ്പെടുത്തുവാനോ ഇന്റർപ്റ്റ് ചെയ്യാനോ സാധ്യമല്ല. ബിക്കോസ് ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്, grown into perfection. ഞാൻ വളർച്ച പ്രാപിച്ച ഒരു കുഞ്ഞാണ്. അതുകൊണ്ട് ലോകത്തിന്റെ ആദി പാഠങ്ങൾക്ക് ഇനി എൻ്റെ മേൽ സ്വാധീനമില്ല. Praise God, praise God, praise God, praise God, praise God, praise God. പോരാട്ടങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, ഇരുളിന്റെ ശക്തികൾ നിങ്ങളോട് മല്ലടിക്കാൻ വരുമ്പോൾ, every time you tell yourselves, I am a child of God, not child of God, I am a son of God, I am a daughter of God, I am a grown up, I am spiritually mature, I am spiritually mature, I am spiritually mature, I am a mature son of God. Hallelujah. നമ്മളെ ആ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ആത്മാവാണ്. നമ്മളൊരു മൈനർ ആയിരിക്കുന്ന കാലത്തോളം, ഗലാത്യ ലേഖനത്തിൽ അങ്ങനെ വായിക്കുന്നത്, സോബറാസ് യു റിമെയിൻ ആസ് എ മൈനർ. ഇറ്റ്സ് എ മൈനോറിറ്റി. യു റിമെയിൻ ആസ് എ മൈനർ. All the powers of this world will definitely irritate you, trouble you. It will give you some problems. You will never be coming out of the control of such powers. You will be succumbed to such pressures. You will be subjected to such pressures. രാത്രി പറ, ഈ ലോകത്തിൽ ഒരു ശക്തിക്കും ഞാൻ കീഴടങ്ങില്ല. I am a son of God. I am not a minor. I am not a minor. I am not a minor. I am a major in Christ. I am a major in Christ. I am not a minor, so that no power of darkness can ever trouble me. Nothing in the world can ever trouble me. Oh Jesus. പൗലോസ് പറയുന്ന വാക്കുകൾ ഏറ്റു പറയാ. I am not a minor. I am a mature son of God. Oh Rabash Kalamanadarazi. Jesus. അങ്ങനെ മെച്ചൂർ ആയാലുള്ള ഗുണം എന്താ? I give you the assurance. You will never be enslaved by any power of the world. You will never be enslaved. Glory to God. അതുകൊണ്ടാണ് പൗലോസിന്റെ ഒരു ഗംഭീര പ്രയോഗമുണ്ട്. നമ്മൾ 2 കൊരിന്ത്യർ ലേഖനമാണെന്ന് എൻ്റെ ഓർമ്മ, 3-ാം അധ്യായത്തിന്റെ 2-ാം അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ, ദൈവാത്മാവുള്ള മനുഷ്യൻ അല്ലെങ്കിൽ ആത്മീകൻ, ജഡികൻ, പ്രാകൃതൻ എന്നുള്ള പ്രയോഗം നിങ്ങൾ കാണുന്നുണ്ട്. ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു. സ്തോത്രം. ജഡീകൻ, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജഡീകൻ, അവിടെ എന്താ വായിക്കുന്നത്? 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, 2 കൊരിന്ത്യർ 3:1. Is it 2 കൊരിന്ത്യർ or? Yeah. Let me check. ഒരാളൊന്ന് വായിച്ചാട്ടെ.
1 second, please. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ ശ്ലാഘിക്കുവാൻ No. തുടങ്ങുന്നു. 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ അല്ല, 1 കൊരിന്ത്യർ 3:1. 1 കൊരിന്ത്യർ 3:1. എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരിടുന്ന പോലെയല്ല, ആത്മീയന്മാരിടുന്ന പോലെയല്ല, ജഡികന്മാരിടുന്ന പോലെ. അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ. ഇപ്പൊ മനസ്സിലായി നിങ്ങൾക്ക് ആരാണ് ജഡികൻ, ആരാണ് ജഡികൻ? പല ആളുകളും ജഡികരെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അവർ ജഡികരാകുന്നത്? അവർ ക്രിസ്തുവിൽ ശിശുക്കളാണ്. അവർ ക്രിസ്തുവിൽ ശിശുക്കളായി, ക്രിസ്തുവിലാണ് അവർ. They are in Christ. They have received the positional sonship. But let me tell you, അവർ ക്രിസ്തുവിൽ ആണ് എങ്കിലും അവർ ശിശുക്കളാണ്. ശിശുക്കളാണെങ്കിൽ, ജഡികന്മാർ ശിശുക്കളാണെങ്കിൽ ശിശുക്കളുടെ പ്രശ്നം എന്താ? ഞാൻ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ, ഗലാത്യയിലെ എന്താ ശിശുക്കൾക്കുള്ള പ്രശ്നം എന്ന് പ്രതികരിക്കുക. നിങ്ങൾ സാധാരണ കേൾക്കുന്ന ഒരു മെസ്സേജ് ആയിരിക്കത്തില്ല. എന്നെ ദൈവാത്മാവ് പഠിപ്പിച്ചൊരു ലെസനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ധ്യാനിച്ചൊരു ലെസനായത്. എന്താ ശിശുവായുള്ള പ്രശ്നം? ഗലാത്യർ 4 എന്താ വായിച്ചത്? ശിശുപാലകരും അവരും എവരും എല്ലാം ഇട്ട് തട്ടുകയാണ്, കുത്തും തട്ടും. അവരെന്നെ ചിണുങ്ങുന്നു, അവരെന്നെ തള്ളുന്നു, അവരെന്നെ കുറ്റം പറഞ്ഞു, അവരെന്നെ തള്ളുന്നു, അവരെന്നെ ഊതുന്നു, അവരെന്നെ ഇടിക്കുന്നു, അവരെന്നെ തല്ലുന്നു, അവരെന്നെ പള്ളു പറയുന്നു, അവരെന്നോട് മുഖം കറുപ്പിക്കുന്നു, അവരെന്നെ ആക്ഷേപിക്കുന്നു, അവരെന്നെ നിന്ദിക്കുന്നു, അവൻ ആഭിചാരം ചെയ്തു, അവൻ ഗൂഢാത്രം ചെയ്തു. എന്നൊക്കെയാ? പേടിച്ച് ഭയന്ന് അവന്റെ ആഭിചാരം, അവന്റെ കൈവശം, അവന്റെ ഗൂഢാത്രം. എന്റെ ദൈവം തമ്പുരാനേ, നിങ്ങൾ ആത്മീയത്തിൽ ശിശുക്കളാണ്. ശിശുക്കളാണെങ്കിൽ അത് മാത്രമല്ല, സകല ജഡശക്തികൾ നിങ്ങളെ വാഴും. ലോകം, ജഡം, പിശാച്, that will subject you, that will subjugate you. You will be subjected to such powers. If you want to come out of such subjection, you have to grow in spirit. You have to grow unto that level of being a mature son and daughter of God. Jesus. രാത്രി പറ, കർത്താവേ, ആ പക്വതയിലേക്ക്, ഇനി ഞാൻ ശിശുവല്ല, ആത്മീയ വളർച്ചയിലേക്ക്. Praise God. Praise God. ഞാനത് വിസ്തരിക്കുന്ന അടുത്തൊരു ലെവലിലേക്ക് പോയാൽ സമയം ഒത്തിരി വേണ്ടി വരും. ഞാൻ ഇക്കാര്യം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കട്ടെ. ഇന്ന് രാത്രി പറ, കർത്താവേ, എനിക്കൊരു ആത്മീയ വളർച്ച വേണം. Let me grow in spirit. Grow unto that perfection of being a mature son of God, mature daughter of God, so that എന്നെ ജഡത്തിന്റെ ശക്തിക്ക്, ലോകത്തിന്റെ ശക്തിക്ക്, പിശാചിന്റെ ശക്തിക്ക്, വാഴ്ചകൾക്ക്, അധികാരങ്ങൾക്ക്, അന്ധകാരത്തിൽ ലോകാധിപതിക്ക്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയ്ക്ക്, ദൂതന്മാർക്ക്, മരണത്തിന്, ജീവന്, ഇപ്പോഴുള്ളതിന്, വരുവാനുള്ളതിന്. അടുത്ത പ്രയോഗം ഭയങ്കര പ്രയോഗമാണ് കേട്ടോ. റോമാലേഖനം 8-ാം അധ്യായത്തിന് 36-37 വാക്യം വായിക്കുമ്പോൾ കാണുന്ന ഇപ്പോഴുള്ളതിനും വരുവാനുള്ളതിനും. അടുത്ത എന്താ പറയുന്നത്? ഉയരത്തിനോ. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ, വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലല്ലോ. നിങ്ങൾ ചുണ്ടനൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല. മോമിനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറ, ഉയരത്തിനോ ഉയരത്തിനോ ആഴത്തിനോ. എന്തോ ഉയരം ആഴം എന്നൊക്കെ പറഞ്ഞാൽ ഇംഗ്ലീഷ് വായിക്കുന്ന ഹൈറ്റ്സ് ആൻഡ് ഡെപ്സ് എന്നൊക്കെയാ. എന്തോ ഉയരം ആഴം എന്ന് പറഞ്ഞാൽ, ഹലോ, എന്താ ഉയരം ആഴം എന്ന് പറഞ്ഞാൽ? ഉയരം എന്നുള്ളതിന് ഗ്രീക്കിൽ ഒബ്സാമ എന്നുള്ള പദം ഉപയോഗിക്കുന്നു. ഒബാമ എഴുതിയിട്ട് ഓബി കഴിഞ്ഞിട്ട് രസ് ഇട്ടാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. ഒബാമയെന്ന് എഴുതിയിട്ട് ഓബി കഴിഞ്ഞ് രസ് ഇട്ടാൽ എന്താ വായിക്കാം? ഒബ്സാമ. ഒബ്സാമ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഹൈറ്റ്സ് എന്നല്ല, അസെൻഡിങ് സ്റ്റാർ എന്ന, മേപ്പോട്ട് പോകുന്ന നക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്റെ ഭാവി നിർണ്ണയിക്കുന്ന വ്യാഴമല്ല, എന്റെ ഭാവി നിർണ്ണയിക്കുന്ന ശുക്രനല്ല. മൈ ഡെസ്റ്റിനി ഈസ് നോട്ട് ഡിറ്റർമിൻഡ് ബൈ എനി വൺ ഓഫ് ദി സ്റ്റാർസ്. അശ്വതിയിൽ തുടങ്ങി രേവതിയിൽ അവസാനിക്കുന്ന 27 നാളുകളുണ്ട് ഈ അസ്ട്രോളജി ഭാഷയെ പറഞ്ഞാൽ. എന്റെ ഭാവി നിർണ്ണയിക്കുന്ന നാളല്ല, ഞാൻ ജനിച്ച രാശി, ഞാൻ ജനിച്ച നക്ഷത്രം അല്ല എന്റെ ഭാവി നിർണ്ണയിക്കുന്നത്.
ആഴം എന്നുള്ളതിന് ബാത്തോസ് എന്നാ ഉപയോഗിക്കുന്നത്. ബാത്തോസ് എന്ന വാക്കിന്റെ ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ഡിസെൻഡിങ് സ്റ്റാർ, ഒരുത്തനെ കീഴോട്ട് കൊണ്ടുപോകുന്ന നക്ഷത്രം. ഏതാണ്? രാഹു, കേതു, ശനി. ഇതൊന്നും വിസ്തരിക്കാൻ എനിക്ക് നേരമില്ല. രാത്രി യുവർ ഡെസ്റ്റിനി ഈസ് നോട്ട് ഡിറ്റർമിൻഡ് ബൈ എനി വൺ ഓഫ് ദി സ്റ്റാർസ്. ജീസസ്. എനിക്ക് കട്ടകാലം എന്ന് പറഞ്ഞൊരു കാലമില്ല, എനിക്ക് രാഹുകാലം എന്ന് പറഞ്ഞൊരു കാലമില്ല. എന്നും പെന്തക്കോസ് കുടുംബങ്ങളിലും പെങ്കച്ചനെ കെട്ടിക്കാൻ തിങ്കളാഴ്ച രാവിലെ പ്രാർത്ഥിച്ചെടുക്കാൻ പാസ്റ്റ് പറയും കൊച്ചിന്റെ അമ്മാച്ചൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. കാരണം രാവിലെ 7:30 മുതൽ 9 വരെയാണ് രാഹുകാലം. 9 വരെ, 7:30 മുതൽ 9 വരെ രാഹുകാലം. അപ്പൊ ഈ രാഹുകാലം ഒന്ന് കഴിയണം കൊച്ചിനെ പ്രാർത്ഥിച്ചിറക്കാൻ. നമ്മളൊക്കെ ശരിക്കും നമുക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല. ശരി, എന്നാലും ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ഓടിപ്പോയി കലണ്ടർ ബുക്ക് നോക്കും, പിന്നെ നാളെ ഏതാണ്. ഓരോരുത്തർ ചിരിക്കുന്നു. കുഞ്ഞുണ്ടാകുമ്പോൾ ഓടിപ്പോയി കലണ്ടർ ബുക്ക് നോക്ക്, കുഞ്ഞിന്റെ നാളെ ഏതാണ്. യു ആർ നോട്ട് എ മെച്യൂർ ചൈൽഡ് ഓഫ് ഗാഡ്. ഇന്നും ഈ ശക്തികൾ നിങ്ങളെ സ്വാധീനിക്കുന്നെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞ ഗലാത്യർ 4 വായിച്ച ആ ലോകത്തിന്റെ ആദിപാഠങ്ങൾ, അതിന്റെ ഒറിജിനൽ ഗ്രീക്ക് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റോയിക്കോ ടൗക്കോസ്മ എന്ന് പറഞ്ഞാൽ ഈ എലമെന്റൽ സ്പിരിറ്റ്സ്. ഞാനത് വിസ്തരിക്കണം, ഒത്തിരി സമയം പറയണം. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇന്ന് രാത്രി പറ, കർത്താവേ, ഈ ശക്തികൾക്കൊന്നും ഇനി എന്റെ മേൽ സ്വാധീനമില്ല. എന്മേലോ ഇനി എൻ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല. എന്മേലോ ഇനി എൻ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല. Why? Because I am a son of God. I am a child of God. I am a son of God. Praise God. ഞാൻ ഇത്ര നേരം നിങ്ങൾക്ക് മകൻ എന്ന നിലയിലുള്ള പദവിയും അവകാശമാണ് പറഞ്ഞത്. പക്ഷേ അടുത്ത 2-3 മിനിറ്റ് കൊണ്ട് മകൻ എന്ന നിലയിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, അതുകൂടെ പറഞ്ഞെങ്കിലേ ഈ മെസ്സേജ് പൂർണ്ണമാകത്തുള്ളൂ. ഇതുവരെ നിങ്ങളുടെ പദവി, നിങ്ങളുടെ അവകാശവും, നിങ്ങളുടെ നന്മയും, ലോകത്തിൽ ഒരു ശക്തി നിങ്ങളെ കീഴടക്കത്തില്ലെന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായിരിക്കും. ഞാനൊരു മകനാണ്, ഞാനൊരു മകളാണ്, ഞാൻ ദൈവത്തെ നേരിട്ട് ജനിച്ച മകനാണ്, മകളാണ്, എനിക്ക് അവകാശങ്ങളുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹങ്ങളൊന്നൊക്കെ പറയും. പക്ഷേ as a son while experiencing, as a daughter while experience the privileges and inheritance, you have something to accomplish. You have a commitment. എന്താ നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് എന്നറിയാമോ? ഒറ്റ വാക്ക് ഞാൻ പറയാം. നിങ്ങൾ മുടിയമ്പുത്തന്റെ കഥ എല്ലാവർക്കും അറിയാമല്ലോ. മുടിയമ്പുത്തന്റെ കഥ, എവരിബഡി നോസ് ദ സ്റ്റോറി ഓഫ് പ്രൊഡിഗൽ സൺ. നിങ്ങൾ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 25 മുതൽക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണല്ലോ ഈ മൂത്ത മകൻ വയലിൽ നിന്ന് വരുന്നൊരു സംഭവമുണ്ട്. മൂത്ത മകൻ വയലിൽ നിന്ന് വരുമ്പോ വീട്ടിലൊരു ഭയങ്കര പാട്ടും ആനന്ദവും സംഗീതവും ഒക്കെ നടക്കുന്നു. ശബ്ദം കേട്ടിട്ട് വേലക്കാരെ വിളിച്ച് ചോദിക്കുന്ന എന്താണ്? അവൻ പറയുന്നത്, നിന്റെ അനിയൻ കാണാതെ പോയൻ തിരിച്ചു വന്നു. അതിൽ സന്തോഷിച്ച അപ്പൻ ഈ പത്രാസൊക്കെ നടത്തുക, കാളയറുത്തു, അവന് പിന്നെ കാര്യങ്ങൾ ചെയ്തു, വീട്ടിൽ ഭയങ്കര ജോയ്, സന്തോഷം. പക്ഷെ ഈ സന്തോഷത്തിലൊന്നും ഈ മൂത്ത മോനൊരു പങ്കുമില്ല. ഈ സ്റ്റിൽ സ്റ്റാൻഡിങ് ഔട്ട്. അവൻ പുറത്ത് നിൽക്കുക. അപ്പന് സങ്കടം തോന്നിയിട്ട് അപ്പൻ തന്നെ പുറത്തിറങ്ങി വന്നു, മോനെ നിനക്ക് ഈ മുറിക്കകത്തോട്ട് വരാമല്ലോടാ, നിനക്ക് ഈ സന്തോഷത്തിൽ ചേരാമല്ലോ. അവനതിൽ ചേരാൻ മനസ്സില്ല. അവസാനം അപ്പനോട് അവൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എല്ലാവരും മുടിയമ്പുത്തനെ കുറിച്ച് പ്രസംഗിക്കും. അപ്പനെ വെറുത്ത്, അപ്പനെ തള്ളിക്കളഞ്ഞ് ഇറങ്ങിപ്പോയ, നാട് വിട്ടുപോയ മുടിയമ്പുത്തനെ ഗ്രാൻഡായിട്ട് പ്രസംഗിക്കും. പക്ഷെ സ്വർഗം എന്നോട് പറഞ്ഞു, മുടിയമ്പുത്തനേക്കാൾ മുടിഞ്ഞൊരുത്തൻ വീട്ടിലുണ്ടെന്ന്. മുടിയമ്പുത്തനേക്കാൾ മുടിഞ്ഞൊരുത്തൻ. അപ്പനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹൗ ലോങ് ഹാവ് ഐ ബീൻ സർവിങ് യു? ഞാൻ എത്ര കാലമായി നിന്നെ. ആ വാക്യം വേണമെങ്കിലും ഇട്ടാട്ടെ. പ്രൈസ് ഗോഡ്. 15-ാം അധ്യായത്തിൽ, ലൂക്കോസ് 15-ാം അധ്യായം, അവൻ അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു. വാക്യം എത്രാമത്തെ വാക്യമാണെന്ന് പറഞ്ഞാട്ടെ? 29. എത്ര വാക്യം? 29-ാം വാക്യം. 15-ാം അധ്യായം 29-ാം വാക്യം. അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണമേ. സെർവ് എന്ന ഇംഗ്ലീഷ് വായിക്കുന്നത്, അവിടെ അവൻ ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം എന്ന് പറയുന്ന ഡൂലോസ് എന്ന പദത്തിന്റെ ക്രിയാപദമാണ്. സെർവ് എന്നുള്ളതിന് വേറെ പല ഡിക്കായോസിന് ഡിക്കായോസ്, സർവീസ്, സെർവ്,
എന്നൊക്കെയുള്ള പദങ്ങൾ, സെർവന്റ് എന്നൊക്കെയുള്ള പദമുണ്ട്. വേറൊരു പദമുണ്ട് ലാട്രെയിൻ, സെർവ്. പക്ഷെ ഇവിടെ ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനുപയോഗിക്കുന്ന ഡൂലോസ് എന്ന പദത്തിന്റെ ക്രിയാപദം. ഡൂലോസ് എന്ന വാക്ക് എല്ലാവർക്കും അറിയാം. ഡൂലോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡൂലോസ് മതി, വാക്യം മതി, എന്നെ ശ്രദ്ധിച്ചാട്ടെ. ഡൂലോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഡൂലോസ് അറിയത്തില്ല. ഡൂലോസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം അടിമയെന്നാണ്. എന്താണ്? എല്ലാരും ഒന്ന് പറ, ഞാൻ അവസാനിപ്പിക്കുക. ഡൂലോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അടിമയെന്നാണ്. അപ്പൊ അവൻ പറയുന്ന വാക്ക് ഡൂലോസ് ഉപയോഗിക്കുന്നത്. അവൻ പറയുന്നത് ഹൗ ലോങ് ഹാവ് ഐ ബീൻ സെർവിങ് യു ലൈക്ക് എ സ്ലേവ്. എത്ര കാലമായിട്ട് ഞാൻ നിന്നെ ഒരു അടിമയെ പോലെ സേവിക്കുന്നു. ശരിയാ മക്കളെ, യു ഹാവ് ബീൻ സെർവിങ് മീ ലൈക്ക് എ സ്ലേവ്, ബട്ട് യു ഹാവ് നോട്ട് സെർവ്ഡ് മീ ലൈക്ക് എ സൺ. നീ എന്നെ ഒരു മകൻ എന്ന നിലയിൽ ശുശ്രൂഷിച്ചിരുന്നെങ്കിൽ, കുറെ നാളായിട്ട് ചെറുക്കൻ കാണാതെ പോയ അന്നു മുതൽ, ഇറങ്ങിപ്പോയ അന്നു മുതൽ ഒരപ്പൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് വാതിൽപ്പടിയിൽ കാത്തിരിക്കുക. പല്ല് തേക്കുന്നില്ല, കുളിക്കുന്നില്ല, ഭക്ഷണം ചൊവ്വേന്നേരം കഴിക്കുന്നില്ല എന്നൊക്കെ എന്റെ ഭാവന. എന്നും ഈ മൂത്തമൻ വയലിൽ പോവും, കൃഷി ചെയ്യും, ജോലി ചെയ്യും. അവന്റെ ഒരു സർവീസ് എന്ന നിലയിൽ ഡു ദ ഡ്യൂട്ടി ഫോർ ഡ്യൂട്ടി സേക്ക്, സേവയുടെ പേരിൽ ഒരുതരം ഡിയോണ്ടോളജിക്കൽ എത്തിക്സ് എന്നൊക്കെ ഞങ്ങൾ അതിന് പറയുന്നത്. ജോലിക്ക് വേണ്ടി ജോലി ചെയ്യുക. സെർവ് ഫോർ സർവീസ്, സെർവ് ഫോർ സെർവിങ്. സേവയ്ക്ക് വേണ്ടി സേവിക്കുകയല്ല. സർവീസ് ഷുഡ് കം ഔട്ട് ഓഫ് ലവ്. ദൈവത്തെ സ്നേഹിക്കുന്നതിൽ നിന്നാണ് ദൈവത്തെ സേവിക്കുന്നത് വെളിപ്പെടേണ്ടത്. എനിക്ക് എൻ്റെ അപ്പനെ അമ്മയും ഞാൻ ശുശ്രൂഷിക്കുന്നു. ആളുകൾ പറയും, മോനാ അതല്ല അപ്പനെ അമ്മയും ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പൊ മറ്റൊരാൾ പറഞ്ഞ് അത് രാജു തോമസിന്റെ കടമയല്ലേ. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം, അപ്പനെ അമ്മയും ശുശ്രൂഷിക്കുന്ന, പ്രായാധിക്യത്തിൽ ശുശ്രൂഷിക്കുന്ന കടമയാണെങ്കിൽ കടമയുടെ പ്രശ്നം കുറെ നാൾ നമ്മൾ ചെയ്യുമ്പോൾ മടുക്കും. ദൈവത്തെ സേവിക്കുന്ന കടമയല്ല. അതുകൊണ്ടാ നമ്മുടെ ആരാധനകൾ ഡള്ളാകുന്നത്. ആരാധനയ്ക്ക് ചെന്നിരുന്ന ആളുകൾ ഉറക്കം തൂങ്ങുന്നത്. ആരാധനയ്ക്ക് ചെല്ലുമ്പോൾ ഒരു എന്തൂസിയാസം ഇല്ല. ആരാധനയ്ക്ക് ചെല്ലുമ്പോൾ ഒരു ആവേശമില്ല, ഒരു ഇൻസ്പിറേഷൻ ഇല്ല, ഒരു പ്രോംപ്റ്റിംഗ് ഇല്ല, ഒരു എന്തൂസിയാസം ഇല്ല, ഒരു റെജുവിനേഷൻ, ഒരു പ്രസരിപ്പൊന്നുമില്ല. ഡൾ വർഷിപ്പ്. നമ്മുടെ ആരാധനയെ നമുക്ക് മടുപ്പ് തോന്നിയിട്ടുണ്ടോ? അതിന്റെ അർത്ഥം നിങ്ങൾ മകനല്ലാതായി തീർന്നു. മകനാണെങ്കിൽ അപ്പനെ സേവിക്കുന്നത് വെറും കടമ നിർവഹിക്കലല്ല, സ്നേഹത്തിൽ നിന്ന് ചെയ്യണം. ഒരു കാര്യം സ്നേഹത്തിൽ നിന്ന് ചെയ്യുമ്പോൾ മടുക്കത്തില്ല. ആരാധിക്കുന്നത് സ്നേഹത്തിൽ നിന്ന് വേണം. സർവീസ് ഷുഡ് കം ഔട്ട് ഓഫ് ലവ്. Once you do it out of love, you will never get bored. മടുപ്പ് തോന്നുന്നുണ്ടോ ആരാധനയിൽ? കൂട്ടായ്മകളിൽ മടുപ്പ് തോന്നുന്നുണ്ടോ? അർത്ഥാൽ നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോയെന്നാ. രാത്രി പറ, കർത്താവേ, മൂത്ത മകൻ പറയാ, ഞാൻ അപ്പനെ ഒരു അടിമയെ പോലെ സേവിച്ചു. ശരിയാണോ മോനെ? നീ ഒരു മകനെ പോലെ സേവിച്ചില്ല. ഒരു മകനെ പോലെ അപ്പനെ ശുശ്രൂഷ ചെയ്തായിരുന്നെങ്കിൽ അപ്പന്റെ ഹൃദയ നൊമ്പരമാൻ അറിഞ്ഞേനെ. അപ്പന്റെ ഹൃദയ നൊമ്പരത്തിന്റെ കാരണം നഷ്ടപ്പെട്ടു പോയ മകനാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം ആ മകനെ തേടി അവൻ പോയേനെ. നിങ്ങൾക്ക് എന്നെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. The moment when you serve your God out of love, you will naturally laying aside every other activity. മറ്റെല്ലാ പ്രവൃത്തിയും നിർത്തിയിട്ട് നഷ്ടപ്പെട്ടു പോയി മകനെ തേടി എന്നേ ഈ ചേട്ടൻ പോയേനെ. എന്തുകൊണ്ടാ പോകാഞ്ഞെന്നറിയാമോ? അവൻ അപ്പനെ സേവിച്ചത് സ്നേഹത്തിൽ നല്ല കടമയിൽ നിന്നാണ്. രാത്രി കണ്ണുകൾ അടയ്ക്കാം. നിങ്ങളും ഞാനും മകനോ മകളോ ആയെങ്കിൽ never ever serve God as if it is your duty. Never ever serve God as if it is your duty. Never ever pray unto the Lord as if it is your duty. Never ever spend time with the Lord as if it is your duty. We have morning prayer, we have evening prayer, we have Sunday services, we have weekend prayer, we have fasting prayer. Every time we come together, we worship God. But let me ask you, are you coming in the presence of God with a heart full of love? Unless you come into the presence of God with a heart full of love, I tell you, all what you do will go in vain. Nothing will ever touch the heart of God, who is your dad.
ദൈവത്തിന്റെ ഹൃദയത്തെ സ്പർശിക്കാത്ത നിന്റെ ആരാധന ഡള്ളാണ്. ആ ഹൃദയത്തെ സ്പർശിക്കണമെങ്കിൽ ഹൃദയത്തിന്റെ സ്പന്ദനം അറിയണം. ഡു ദ സർവീസ് ഔട്ട് ഓഫ് ലവ്. സ്നേഹത്തിൽ നിന്ന് ദൈവത്തെ ആരാധിച്ചാൽ, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം എന്തെന്നറിഞ്ഞാൽ, നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ, ഇന്നും പാപത്തിലും നാശത്തിലും ജീവിക്കുന്ന ജനത്തെക്കുറിച്ച് എൻ്റെ ദൈവത്തിന്റെ ഹൃദയം വിങ്ങുമ്പോൾ ആ വിങ്ങൽ തിരിച്ചറിഞ്ഞ് നഷ്ടപ്പെട്ടവനെ തേടിപ്പോകുവാൻ, അതാണ് അപ്പനെ സ്നേഹിക്കുന്നവന്റെ പ്രത്യേകത. രാത്രി കണ്ണുകൾ അടച്ചു പറഞ്ഞാട്ടെ. സ്നേഹിക്കുന്നിന്നെ ഞാൻ, സ്നേഹമാണേശുവേ, ആയുസ്സിൻ നാളുകളെല്ലാം യേശുവേ, സ്നേഹ സോപാനമേ, സ്നേഹത്തിൻ സമ്പൂർത്തിയേ. കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ പോകാം. അടിയൻ ഇതാ, അടിയനെ അയക്കണമേ നഷ്ടപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി. I am ready to go for the perishing souls. When millions and millions are going into the eternal, traveling towards the eternal aberration, eternal fire, നിത്യനരകത്തിലേക്ക്, നിത്യാഗ്നിയിലേക്ക് ദശലക്ഷക്കണക്കിന് ആളുകൾ കടന്നു പോകുമ്പോൾ, how can I confine myself within the four walls of my house? How can I confine myself within the complacence of my own living, my own situation, within the comfort zone of my life? It is high time that you might give up all your comfort zone and complacence. ഇന്നും നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ ഇരിക്കുകയല്ലേ. കഷ്ടപ്പെടുന്ന ആത്മാക്കളെ കുറിച്ച്, നഷ്ടപ്പെടുന്ന ആത്മാക്കളെ കുറിച്ച്, നരകത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ കുറിച്ച് അകത്തൊരു കത്തലുള്ള എത്ര പേരുണ്ട്? How many of you really have a burning sensation? Do you love your dad? Do you doubt your dad? Have you ever felt the throbbing of your dad's heart? The beating of your dad's heart? Have you ever felt the pulse of your dad's heart? അപ്പന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം അറിയുന്ന എത്ര പേരുണ്ട്? കണ്ണുകളടച്ചൊന്ന് സമർപ്പിച്ചാട്ടെ. ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. അതൊരു പദവിയാണ്, അതൊരു റീജനറേറ്റഡ് ലിവിംഗ് ആണ്, ഒരു ട്രാൻസ്ഫോർമേഷണൽ എക്സ്പീരിയൻസ് ആണ്. ഐ എം എ പെർഫെക്റ്റ് ആൻഡ് മെച്യൂർ ചൈൽഡ് ഓഫ് ഗോഡ്, മെച്യൂർ സൺ ആൻഡ് ഡോട്ടർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പക്വതയുള്ള വളർച്ച പ്രാപിച്ച ഒരു മകനാണ്, മകളാണ്. തീർന്നില്ല. ആ മകൻ ഒരു ഉത്തരവാദിത്വമുണ്ട്. യു നീഡ് ടു ഹാവ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി. Serving God means serving people, seeking people. രാത്രി കണ്ണുകൾ അടച്ചു പറയാൻ ഞാൻ പോകും. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. പിതാവേ, ഞങ്ങൾ തിരുമേനെ സ്തുതിക്കുന്നു. Thank you for giving us this opportunity to come together under the presence of God. Thank you for the word that which came to us. Master, I pray that every word that which I spoke this night be touching the hearts of everyone, those who come over this device, that they be experiencing a breakthrough, that they be loving God, that they be serving God, that they be experiencing the divine presence right through their life, that they be guided by the Spirit of God. It is the Spirit of God that brings about the true regeneration as the sons and daughters of God. And in spirit, that everybody be able to call God Abba Father, that every heart be filled in with the spirit of sonship. Thank you, Master. ജനത്തെ സ്പർശിക്കണമേ, ആത്മാവിനാൽ നിറയ്ക്കണമേ, പുനർജനനം നൽകണമേ, കർത്താവിന്റെ വേലയ്ക്കായി നിയോഗം നൽകണമേ, ഞങ്ങളെ അയക്കണമേ. അടിയൻ പോകാമെന്ന് പറയുവാൻ ഇന്ന് രാത്രിയിലും ചിലരെ കർത്താവ് സന്ദർശിക്കണമേ. എല്ലാ അനുഭവങ്ങൾക്കും നന്ദി, പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.